എൻ്റെ പേര് മായ. ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. എന്നെ ഈ ആൾത്താരയിൽ വീണ്ടും ഒരിക്കൽ കൂടി സാക്ഷ്യം പറയാനായിട്ട് എന്നെ ഉയർത്തിയ മാതാവിനും ഈശോയ്ക്കും പരിശുദ്ധാത്മാവിനും ഞാൻ ആദ്യം കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ 2022 ഡിസംബർ 23 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടിയിൽ തന്നെയായിരുന്നു. ഒരിക്കൽ സാക്ഷ്യം പറഞ്ഞു. ഇപ്പോൾ വീണ്ടും എനിക്ക് രോഗസൗഖ്യം തന്ന കാര്യങ്ങളാണ് കൂടുതൽ എനിക്ക് സാക്ഷ്യം പറയാനുള്ളത്. പാത്രം കഴുകിക്കൊണ്ടിരുന്നപ്പോൾ ഗ്ലാസ് പൊട്ടിയിട്ട് എൻ്റെ ഈ കൈയിൻ്റെ തള്ളവിരലിൽ മുറിവ് പറ്റി എന്ന് പറഞ്ഞാൽ ചെറിയ മുറിവായിരുന്നു, പക്ഷേ ആഴമുള്ളതായിരുന്നു. മുറിവ് 1.5 മാസമായിട്ട് 2 മാസമായിട്ട് മുറിവ് ഉണങ്ങുന്നില്ല. ഹോസ്പിറ്റലിൽ പോയി കെട്ടി വെച്ചു. ആ കൈ വെച്ചിട്ട് എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല. ഡോക്ടർ എന്നോട് പറഞ്ഞു കുറച്ചുകൂടി നോക്കാം, ശരിയാകും, തള്ളവിരലായതുകൊണ്ടാണെന്നൊക്കെ. പക്ഷേ ഞാൻ ആ വേദനയായിട്ട് വീട്ടിലെ പണികളെല്ലാം എടുക്കണം, എന്നിട്ട് ഒരു രക്ഷയില്ല. ഒടുവിൽ ആ വിരലങ്ങ് മടങ്ങാതെയായി. വിരൽ നീര് വെച്ച് വീർത്തു. ഡോക്ടർ പറഞ്ഞു ഇതിപ്പോൾ സർജറി ചെയ്താലും കഴിയില്ല, പിന്നെ അതിനകത്തുള്ള ടെൻഡോൺ എന്നുള്ള ട്യൂബ് പൊട്ടിപ്പോയി, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. പിന്നെ ആയുർവേദ ട്രീറ്റ്മെൻറ്റായി. അങ്ങനെ ട്രീറ്റ്മെൻറ്റെല്ലാം എടുത്ത് ഞാൻ 1.5 വർഷം അതുമായിട്ട് കഷ്ടപ്പെട്ട് പോവുമായിരുന്നു. അങ്ങനെ ഞാൻ ഈശോയോട് ഒരു ദിവസം ഇങ്ങനെ പറയുകയാണ്, ഈശോയെ, ഞാൻ ഈ പുതിയ നിയമം കംപ്ലീറ്റ് എൻ്റെ ഈ വയ്യാത്ത കൈവച്ച് തന്നെ എഴുതാം. എനിക്ക് ഈ പുതിയ നിയമം കംപ്ലീറ്റ് എഴുതി കഴിയുമ്പോഴേക്കും അവിടെ നിന്ന് എൻ്റെ കൈ ഒന്ന് ശരിയാക്കി തരണം. ഞാൻ എത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ടെന്ന് അവിടത്തേക്ക് അറിയാലോ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പേന പിടിക്കാൻ കഴിയില്ല. എൻ്റെ സിഗ്നേച്ചർ പോലും വ്യത്യാസമാണ്. ബാങ്കിൽ പോയി എന്തെങ്കിലും ആവശ്യത്തിന് സൈൻ ചെയ്യുമ്പോൾ എൻ്റെ സൈൻ അല്ല എന്ന് പറയുന്ന ഒരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വിരൽ വെച്ച് തന്നെ പേന ഇങ്ങനെ പിടിച്ച് എഴുതുകയാണ്. വിരൽ മടങ്ങത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ എഴുതി തുടങ്ങി. മത്തായിയുടെ സുവിശേഷം എഴുതി 10ാമത്തെ അധ്യായം ആയപ്പോഴേക്കും എൻ്റെ വിരൽ ശരിയായി. ഞാൻ ഈശോയോട് ആവശ്യപ്പെട്ടത് പുതിയ നിയമം കംപ്ലീറ്റ് എഴുതി കഴിഞ്ഞിട്ട് മാത്രം ശരിയാക്കി തന്നാൽ മതി എന്നാണ്. പക്ഷേ എൻ്റെ 10ാമത്തെ അധ്യായം എഴുതി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പോലും അറിയാതെ എന്നോ ആണ് എൻ്റെ വിരൽ ശരിയായത്. അതെൻ്റെ 1ാമത്തെ രോഗസൗഖ്യം. അടുത്തതായിട്ട് എനിക്ക് കിടക്കുമ്പോൾ ഫാനിൻ്റെ അടിയിൽ കിടക്കുകയോ അല്ലെങ്കിൽ കാറ്റടിക്കുകയോ ഒക്കെ ചെയ്താൽ എൻ്റെ 2 മൂക്കും ബ്ലോക്കാവും. രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിയുകയില്ല. വർഷങ്ങളായിട്ട് 15 വർഷമായിട്ട് ഞാൻ ഓട്രിവിൻ എന്ന നസൽ സ്പ്രേ അടിച്ചിട്ടാണ് കിടക്കണത്, പകലായാലും രാത്രിയിലായാലും. ഇപ്പോൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ മുഖത്ത് കാറ്റടിക്കുകയാണെങ്കിൽ എനിക്ക് മൂക്ക് 2 ബ്ലോക്കാവും. ഭയങ്കര ശ്വാസം എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. വല്ലാതെ കഷ്ടപ്പെടുമായിരുന്നു. ഞാൻ എവിടെ പോയാലും ഈ നസൽ സ്പ്രേ എൻ്റെ ബാഗിൽ കരുതും. രാത്രിയിലാണെങ്കിൽ എൻ്റെ പില്ലോൻ്റെ അടിയിൽ ഈ നസൽ സ്പ്രേ കാണും. ഈ 15 വർഷമായിട്ട് ഇങ്ങനെ തുടർന്ന് പോവുകയാണ്. അപ്പോൾ ഈ നസൽ സ്പ്രേ ഉപയോഗിച്ച് എൻ്റെ മൂക്കിൽ സ്മെല്ല് ശരിക്കും അറിയാൻ പറ്റാതെയായി. അങ്ങനെ ഞാനൊരു ദിവസം ഈ നസൽ സ്പ്രേ തീർന്നു. അപ്പോൾ എൻ്റെ മോനോട് പറയാണ്, മക്കളെ, അമ്മയുടെ നസൽ സ്പ്രേ തീർന്നു, നീ മേടിച്ചു കൊണ്ട് വരണം, അല്ലെങ്കിൽ അമ്മയ്ക്ക് രാത്രി ഉറങ്ങാൻ കഴിയില്ല എന്ന്. പക്ഷേ മോൻ പുറത്ത് പോയപ്പോൾ അവൻ മറന്നുപോയി. അങ്ങനെ ഞാൻ ആ 2-3 ദിവസം ഇന്ന് വാങ്ങാം നാളെ വാങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ വാങ്ങാൻ മറന്നു പോയി. അങ്ങനെ ഞാൻ അമ്മയുടെ ഉടമ്പടി തൈലം എൻ്റെ മൂക്കിൻ്റെ പുറത്ത് തടവി പ്രാർത്ഥിച്ചിട്ട് രാത്രി കിടക്കും. അമ്മ, എൻ്റെ മൂക്ക് ബ്ലോക്ക് ആകരുതേ എന്നെനിക്ക് ഒരു പൊടി പോലും ഉറങ്ങാൻ കഴിയില്ല. പക്ഷേ ഈ ഉടമ്പടി തൈലം ഞാൻ മൂക്കത്ത് പുരട്ടി കിടന്ന് ഒരാഴ്ചയോളം എനിക്ക് ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് ഉറങ്ങാൻ പറ്റണു. അപ്പോഴാ 15 വർഷത്തിന് ശേഷം ഇത്രയും ദിവസം ഞാൻ നന്നായിട്ട് ഉറങ്ങാൻ പറ്റി. അതോടെ എനിക്ക് മനസ്സിലായി എൻ്റെ മൂക്കിൻ്റെ ആ ബ്ലോക്ക് അമ്മ എടുത്ത് മാറ്റി. അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട്. ഞാനിത് ഉടമ്പടിയിൽ നിയോഗമൊന്നും വെച്ചതായിരുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് 16 വർഷമായിട്ട് തലനീര്, കുളിച്ച് കഴിഞ്ഞാൽ രാസ്നാദി ശിരസിൽ കുറേ വാരി പൂശണം. അത് ഒരുപാടിടണം, ചെറുതായിട്ടൊന്നും ഇട്ടാൽ പോരാ. അത് ഈ 10-16 വർഷമായിട്ട് ഞാനിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുളിച്ച് കഴിഞ്ഞാൽ തല വിയർക്കാൻ പറ്റൂല, വെയിൽ കൊള്ളാൻ പറ്റൂല, ഷോൾഡറൊക്കെ ഭയങ്കരമായിട്ട് പെയിനാണ്. കുറേ ട്രീറ്റ്മെൻറ്റ് എടുത്തു, എന്നിട്ട് ഒരു രക്ഷയില്ല. ഈ രാസ്നാദിയും കൊണ്ടാണ് നടപ്പ്. എവിടെ പോയാലും നസൽ സ്പ്രേ കൊണ്ട് നടന്ന പോലെ രാസ്നാദിയും കൊണ്ട് നടക്കണം. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ രാസ്നാദി തീർന്ന അവസരത്തിൽ വാങ്ങാൻ മറന്നു. അങ്ങനെ ഒരാഴ്ച ഉപയോഗിക്കാതിരുന്നപ്പോൾ എനിക്ക് തലനീരിൻ്റെ പ്രശ്നം ഇല്ലാതായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ അമ്മ മാതാവ് ആ പ്രശ്നം എനിക്കെടുത്ത് മാറ്റി തന്നു എന്ന്. അതുപോലെ പീരീഡ്സ് പെയിന് വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിക്കേണ്ട സിവിയർ പെയിനാണ്. ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഒരു 33 രൂപയുടെ ടാബ്ലറ്റാണ് ഞാൻ എടുക്കണം, ഒറ്റ ടാബ്ലറ്റ്. എന്നാലും ജസ്റ്റ് ഒന്ന് ആശ്വാസമാകും എന്നുള്ളതല്ലാതെ എനിക്കങ്ങനെ വേദനയ്ക്ക് വലിയ ശമനമൊന്നുമില്ല. ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് എനിക്ക് ഒരിടത്ത് പോകാൻ കഴിയൂല. അങ്ങനെ അതും എൻ്റെ മാതാവിനോടുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഉടമ്പടി തൈലം വയറ്റത്ത് പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്കതെടുത്ത് മാറ്റിയത്. അതിപ്പോൾ ഏകദേശം 1 വർഷത്തോളം ആകാറായി.
ഒരു പ്രശ്നമില്ല. പിന്നെ അതുപോലെ അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ റൈറ്റ് അണ്ടർആമിന് ഒരു മുഴയുണ്ടായിരുന്നു. പക്ഷെ ഞാനത് ഡോക്ടറെ കാണിച്ചു, ചെക്കപ്പ് എല്ലാം ചെയ്തതാ, ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. എൻ്റെ അമ്മ ക്യാൻസർ സർവൈവറാണ്. അപ്പോൾ എനിക്കതൊരു പേടിയുണ്ടായിരുന്നു, എന്താണോ എന്നറിയില്ല. എന്നാൽ ട്രിവാൻഡ്രം RCCയിൽ തന്നെ പോയി ചെക്ക് ചെയ്തതാ. പക്ഷേ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, അത് മുഴയൊന്നും അല്ല എന്ന് പറഞ്ഞു. എങ്കിലും എൻ്റെ മനസ്സിൽ അതിങ്ങനെ കിടപ്പുണ്ടായിരുന്നു, ഫ്യൂച്ചറിൽ എന്തായാലും അങ്ങനെ എന്തെങ്കിലും വരുമോ എന്നൊക്കെ. അങ്ങനെ ഒരു ദിവസം അച്ഛൻ ഇങ്ങനെ ധ്യാനത്തിൽ പറയാണ്, ഇങ്ങനെ അണ്ടർആമിലൊരു മുഴ കല്ല് പോലിരിക്കുന്നു, ആ ആളെ കാണിക്കുകയാണ് ഈശോ. പക്ഷെ അതൊരു പ്രശ്നമുള്ളതല്ല, എങ്കിലും അതിപ്പോൾ മാറ്റിക്കൊടുക്കുകയാണെന്ന്. അതോടെ അതിൻ്റെ അടുത്ത ദിവസം തന്നെ എനിക്കത് പൂർണ്ണമായിട്ടും മാറിക്കിട്ടി. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഗവൺമെൻറ് ITIയിൽ അധ്യാപകനാണ്, മലപ്പുറം ജില്ലയിലായിരുന്നു 12 വർഷമായിട്ട്. ഇപ്പോൾ ഒരു 6 മാസമായി ട്രാൻസ്ഫർ കിട്ടി, കാസർഗോഡേക്ക് പോയി. അപ്പോൾ നമുക്ക് ആകെ വിഷമമായി, സ്വന്തം നാട്ടിൽ കിട്ടുമെന്നാണ് വിചാരിച്ചിരുന്നേ, പക്ഷെ കിട്ടിയില്ല. കാസർഗോഡേക്ക് പോയപ്പം ഞാനാകെ വിഷമിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ വിഷമിക്കുമൊന്നും വേണ്ട, എവിടെ ആയാലും ഞാൻ പോയി പണിയെടുക്കും, പക്ഷേ എനിക്ക് അവിടെ താമസവും ഭക്ഷണവും ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു എന്ന്. മലപ്പുറം ജില്ലയിലാണെങ്കിൽ അവിടെ ക്വാർട്ടേഴ്സ് ഉണ്ട്, അവിടെ ആ ഭക്ഷണമൊക്കെ തന്നെ ഉണ്ടാക്കി കഴിക്കും, ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. വീട്ടിലേക്ക് ആഴ്ച തോറുമൊക്കെ വരുമായിരുന്നു. പക്ഷെ കാസർഗോഡാകുമ്പം ട്രിവാൻഡ്രം വരെ അത്രയും യാത്രയുണ്ട്, താമസത്തിന്. പിന്നെ അവിടെ പോയിട്ട് വീട് അന്വേഷിച്ച് നടക്കണം, ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കേണ്ടി വരും, അവിടെ ക്വാർട്ടേഴ്സ് ഇല്ല. അതൊക്കെ ആയിട്ട് ആളിങ്ങനെ ലീവ് എടുത്ത് ഒരാഴ്ച വീട്ടിൽ ഇരുന്നു. അപ്പോൾ കാസർഗോഡ് നിന്ന് വിളി വരികയാണ്, എന്താ സാറെന്താ ജോയിൻ ചെയ്യാത്ത, ഒരാഴ്ച ആയല്ലോ എന്ന്. അപ്പോൾ വരാമെന്ന് പറഞ്ഞിരുന്നു. ലാസ്റ്റ് പ്രിൻസിപ്പൽ തന്നെ അവിടെ നിന്ന് വിളിക്കുകയാണ്, സാറ് വേഗം വരും, ഞങ്ങളിവിടെ താമസവും ഭക്ഷണവും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന്. അതിനുമുമ്പ് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എവിടെ പോയാലും ജോലി ചെയ്യും, പക്ഷേ എനിക്ക് ഒരു റിക്വസ്റ്റുള്ള അമ്മയോട്, താമസവും ഭക്ഷണവും അമ്മ ശരിയാക്കി കൊടുക്കണമെന്ന്. പക്ഷേ അമ്മ ആ താമസവും ഭക്ഷണവും എല്ലാം ശരിയാക്കി വെച്ചിട്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിനെ കാസർഗോഡേക്ക് അമ്മ ട്രാൻസ്ഫർ ആക്കിയത്. അത് ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കതിൻ്റെ ആ ഒരു സീരിയസ്നെസ് മനസ്സിലാവില്ല. പക്ഷേ ഞാൻ അത്രത്തോളം എൻ്റെ അമ്മയോട് ആവശ്യപ്പെട്ട ഒറ്റ കാര്യം അതായിരുന്നു. ആൾക്ക് ഒറ്റയ്ക്ക് വലിയ പ്രയാസമാണ്, അപ്പോൾ കൂടെ ആരുമില്ല. അങ്ങനെ ആ പ്രിൻസിപ്പൽ അവിടെ ഒരു വീടെടുത്ത് താമസിക്കുകയാണ്. 2 ബെഡ്റൂമുള്ള വീട്, സാറിനൊരു റൂം ഞാൻ തരാം, സാർ ഇങ്ങോട്ട് വന്നേക്ക്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യവും ചോദിച്ചവൻ പറഞ്ഞു, ഞാനിവിടെ രാവിലെ ഉപ്പുമാവും രാത്രി കഞ്ഞിയാണ്, അത് സാറിന് ഞാൻ ഉണ്ടാക്കി തരും, ഉച്ചയ്ക്ക് നമുക്ക് ക്യാമ്പസിനകത്ത് തന്നെ ഭക്ഷണം ഉണ്ടെന്ന്. അപ്പോൾ എൻ്റെ അമ്മ മാതാവ് എത്രത്തോളം കരുതിയിട്ടാണ് കാസർഗോഡേക്ക് ട്രാൻസ്ഫർ ആക്കിയെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. മാത്രമല്ല അവിടെ ചെന്നപ്പോൾ ആ പ്രിൻസിപ്പലോ ഇവിടെ ഉടമ്പടി എടുത്ത ആളും. അപ്പോൾ അതും കൂടെ ആയപ്പോൾ അമ്മയുടെ മകൻ്റെ അടുത്ത് തന്നെ ആണ് എൻ്റെ ഹസ്ബൻഡിനെയും കൂടി വിട്ടത്. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഡിസംബർ 31-ാം തീയതി ആയിരുന്നു ആ ചൊവ്വാഴ്ചത്തെ ധ്യാനം കൂടിക്കൊണ്ടിരുന്നത്. ധ്യാനം കൂടി രാത്രി 12 മണി കറക്റ്റ് ആയപ്പോഴേക്കും അച്ഛൻ മുട്ടി നിന്ന് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന പറയാണ്, മുട്ടേ നിൽക്കാൻ. അങ്ങനെ മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കര സുഗന്ധാഭിഷേകം. അതായത് അപ്പോഴേക്കും ന്യൂ ഇയർ ആയി, പുറത്തിങ്ങനെ പടക്കം പൊട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കുകയാണ്, എല്ലാവരും ന്യൂ ഇയർ സെലിബ്രേഷൻ നടത്തുക. അപ്പോൾ അമ്മ സുഗന്ധാഭിഷേകമായിട്ട് വന്ന് ന്യൂ ഇയർ ഗിഫ്റ്റും തന്നിട്ടാണ് പോയത്. പിന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മെഴുകുതിരിയിൽ ഹാർട്ട് എപ്പോഴും മിക്കവാറും ഹാർട്ടിൻ്റെ സിമ്പൽ വരും. അമ്മയുടെ രൂപം തന്നെ മെഴുകുതിരിയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്, റോസാപ്പൂവ്. അങ്ങനെ എപ്പോഴും നമ്മളെപ്പോൾ അമ്മയുടെ കാര്യം അമ്മ അന്ന് എനിക്കൊരു സാമീപ്യം തരണമെന്ന് പറഞ്ഞാൽ അമ്മ ആ നിമിഷം വരും. അതുപോലെ ജപമാല മാസത്തിൽ നമ്മൾ വ്രതം എടുത്തിട്ടാണ് ജപമാല മാസം ഫുള്ള് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒക്ടോബർ 13-ാം തീയതി മഴവില്ല് കാണുന്ന കാര്യം എല്ലാവരും സാക്ഷ്യത്തിൽ പറയാറുണ്ട്. അപ്പം ഞാനിങ്ങനെ അമ്മയോട് പറയായിരുന്നു, അമ്മേ ഞങ്ങൾക്ക് മാത്രം എന്താ മഴവില്ലായിട്ട് അമ്മ വരാത്തത്, ബാക്കി എല്ലാ രീതിയിലും അമ്മ നമുക്ക് അമ്മയുടെ സാന്നിധ്യം അറിയിച്ച് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ താഴെ ഒരു പാടമുണ്ട്, പാടത്തുകൂടി ഞങ്ങളിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒരു ബൈക്കിൽ ഒരച്ഛനും ഒരു കുഞ്ഞു മോനും കൂടെ പോവുക. അപ്പോൾ മോൻ അച്ഛനോട് പറയാം, അച്ഛൻ അതേ മഴവില്ലെന്ന്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മഴവില്ല് കണ്ടു, ഭയങ്കര സന്തോഷം തോന്നി. കാരണം വളരെ ചെറിയ കുട്ടിക്കാലത്താണ് ഞാൻ മഴവില്ല് കണ്ടിട്ടുള്ളത്. പിന്നെ കാണുന്നത് ഈ ഒക്ടോബർ 13-നാണ്. പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചാലും എൻ്റെ മാതാവ് ആ പ്രാർത്ഥനയെല്ലാം കേട്ട് അവർക്ക് സൗഖ്യപ്പെടുത്തി കൊടുക്കുകയും രോഗസൗഖ്യം കൊടുക്കുകയും അവരുടെ ആവശ്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുകയും ചെയ്യും. എൻ്റെ അടുത്ത വീട്ടിലൊരു ചേച്ചിക്ക് രോഗസൗഖ്യം, അവർക്ക് വെരിക്കോസ് വെയിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അത് പൂർണ്ണമായിട്ട് മാറ്റിക്കൊടുത്തു. അതുപോലെ ചേച്ചിയുടെ ദേഹത്തൊക്കെ അലർജി ഉണ്ടായിരുന്നു സ്കിന്നിൽ. അപ്പോൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തതാണ്, അത് ശരിയാക്കി. അവരുടെ തലയിലൊരു മുഴ ഉണ്ടായിരുന്നു, അത് ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതും പൂർണ്ണമായിട്ട് അമ്മ മാറ്റിക്കൊടുത്തു.
അതുപോലെ ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും അമ്മ അതെല്ലാം ചെയ്തു കൊടുക്കും. ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൾക്ക് ഇപ്പോൾ 31 ഇയേഴ്സായി, വിവാഹം ഒന്നും ശരിയാകണില്ല. ഞാൻ നവംബർ 22 ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ അതിലൊരു നിയോഗമായിട്ട് വെച്ചിരുന്നു, അമ്മ അടുത്ത ഉടമ്പടി ഞാൻ പുതുക്കണതിന് മുമ്പ് അവൾക്ക് വിവാഹം ആകണമെന്ന്. അത് അമ്മ ശരിയാക്കി. അവളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. മെയ് 4 വിവാഹമാണ്. അങ്ങനെ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും അമ്മ അതെല്ലാം സാധിച്ചു കൊടുക്കും. ജപമാല റാലിയിൽ എനിക്ക് ഫാമിലി ആയിട്ട് വന്ന്, എനിക്കും ഹസ്ബൻഡിനും 2 മക്കൾക്കും ഒന്നിച്ച് വന്ന് ജപമാല റാലിയിൽ പങ്കെടുക്കാൻ സാധിച്ചു. ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ പൊതിച്ചോറുണ്ടാക്കിയിട്ട് ട്രിവാൻഡ്രം RCCയിൽ രോഗികൾക്ക് കൊണ്ടുപോയി കൊടുക്കും. അവർക്ക് പത്രം വിതരണം ചെയ്യും. അവർക്ക് അമ്മയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. ആവശ്യമുള്ളവർക്ക് ഉപ്പ് കൊടുക്കും, കാശുരൂപം കൊടുക്കും. പിന്നെ വൃദ്ധസദനത്തിൽ സന്ദർശിക്കും. ജനറൽ ഹോസ്പിറ്റലിൽ രോഗികളെ പോയി കണ്ട് അവർക്ക് പത്രം കൊടുക്കുകയും അവരോട് അമ്മ മാതാവിനെ കുറിച്ച് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആരോടെല്ലാം എനിക്ക് അമ്മയെക്കുറിച്ച് പറയാൻ പറ്റുമോ അവരോടെല്ലാം ഞാൻ അമ്മയെക്കുറിച്ചും അപ്പായെക്കുറിച്ചും ഞാൻ പറയും. അങ്ങനെ എൻ്റെ കൂടെ 2-3 ഹിന്ദു സുഹൃത്തുക്കൾ തന്നെ വന്നിട്ട് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവർ ഉടമ്പടിയിലാണ്. ഇന്ന് എൻ്റെ ഒരു പ്രിയ കൂട്ടുകാരി ഇവിടെ സാക്ഷ്യം പറയുകയും ചെയ്യും. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും പരിശുദ്ധാത്മാവിനും ഞാൻ കോടാനുകോടി നന്ദി പറയുകയാണ്. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ ഇതാ സകല ജനതകൾക്കും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദൂതൻ ആട്ടിടയന്മാരോട് പറയുന്ന ഈ തിരുവചനങ്ങൾ ഇന്ന് കൃപാസന അൾത്താരയിൽ അന്വർത്ഥമാകുന്ന അനുഭവ സാക്ഷ്യങ്ങളിലൂടെയാണ് ഓരോ ദിവസവും കൃപാസനത്തിൽ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കപ്പെടുക. മായ എന്ന ഈ മകള് തൻ്റെ 2ാമത്തെ അനുഭവ സാക്ഷ്യം അൾത്താരയിൽ പങ്കുവയ്ക്കുകയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. തനിക്കും തൻ്റെ കുടുംബത്തിനും ഈശോയും അമ്മയും ആരാണ്, തങ്ങളെ ഇന്ന് എങ്ങനെയാണ് തങ്ങളുടെ കുടുംബത്തെ അമ്മയും ഈശോയും മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, തനിക്ക് കിട്ടിയ ഓരോ സൗഖ്യ അനുഭവങ്ങൾ, അത് തൻ്റെ വിരലിൻ്റെ കാര്യം മുതൽ, അതായത് അത് 1.5 വർഷമായിട്ട് തനിക്ക് ആ വിരലിൻ്റെ അസ്വസ്ഥത തനിക്കുണ്ടെന്നും പിന്നീട് എങ്ങനെ അത് ഉടമ്പടിയിൽ ഈ മകള് നിയോഗമായിട്ടൊന്നും വെക്കുന്നതല്ല, എന്നാൽ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ഈ മകൾ അറിയാതെ തന്നെ തനിക്ക് ആ വിരലിൻ്റെ കാര്യങ്ങളെല്ലാം, അതായത് അത് പിന്നീട് താൻ അറിയാതെ തന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് തനിക്ക് എല്ലാ ജോലികളും ചെയ്യാവുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നു. വർഷങ്ങളായിട്ട് തനിക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന തൻ്റെ ശാരീരികമായ അസ്വസ്ഥതകൾ അത് സ്പ്രേ ഇല്ലാതെ തനിക്കൊന്നും പുറത്തേക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു. എന്നാൽ അതെല്ലാം നേസൽ സ്പ്രേ അത് പൂർണ്ണമായിട്ടും മാറുന്നു. അതുപോലെ 15 വർഷമായിട്ട് തനിക്കുണ്ടായിരുന്ന തലനീരിൻ്റെ പ്രശ്നം, തൻ്റെ റെഗുലറായിട്ട് പീരീഡ്സ്, അതിൻ്റെ ആ സമയത്തുണ്ടാകുന്ന വേദനകൾ, ഇങ്ങനെ ഓരോന്നും ഈ മകളിവിടെ പങ്കുവയ്ക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് അമ്മ ഇത്രയേറെ കരുതുന്നത്, അതിന് താൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ത്, കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനവുമൊക്കെ ആയിട്ട് മായ ഈശോയുടെ സദ്വാർത്ത ജനനത്തിൻ്റെ സദ്വാർത്ത ദൂതന്മാർ ആട്ടിടയരെ അറിയിച്ചതുപോലെ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുമായിട്ട് മായ പുറത്തിറങ്ങുകയാണ്. കൃപാസന പത്രവും അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ അതൊക്കെയായിട്ട് മായ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ദൈവത്തെയും കൊണ്ട് മായ പോകുമ്പോൾ മായയുടെ കാര്യത്തിൽ ദൈവം ഇടപെടുന്നു. അങ്ങനെ താൻ പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ കൃപകൾ ചൊരിഞ്ഞ് അവരെയും കൂടി ഇങ്ങോട്ട് ഒന്നുകൂടി വിശ്വാസത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു മകളായിട്ട് മായ മാറുന്നു. തൻ്റെ ഹസ്ബൻഡിൻ്റെ ട്രാൻസ്ഫറിൻ്റെ കാര്യവും എല്ലാറ്റിലും ദൈവികമായ ഒരു സ്പർശനം തനിക്കും തൻ്റെ കുടുംബത്തിനും അനുഭവിക്കുവാൻ കഴിയുന്നു എന്നാണ് ഈ മകൾ പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. സന്തോഷത്തിൻ്റെ സദ്വാർത്തയായ ക്രിസ്തുവിനെ നമ്മുടെ കൂടെ തന്നെ കൊണ്ടു നടക്കാനുള്ള ഒരു കൃപ നമുക്ക് വേണം. ഈശോ നമ്മുടെ കൂടെ തന്നെയുണ്ട്. നാം ഈശോയുടെ കൂടെയാണോ എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നാം വിളിക്കുന്ന ഒരു ദൈവമാകരുത്. എന്നാൽ ഏത് സമയത്തും നമുക്ക് ആവശ്യങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഉടമ്പടിയിലെ നിയോഗങ്ങൾ സാധിച്ചെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ
എൻ്റെ പ്രാർത്ഥനയൊക്കെ ഞാനൊരു വശത്തേക്ക് മാറ്റിവെക്കും. ആ ഒരു ചിന്തയൊക്കെ നമുക്കുണ്ടെങ്കിൽ ദൈവപ്രസാദവരം നമുക്ക് കിട്ടുക അത്ര എളുപ്പമാണോ എന്ന് നാം തന്നെയാണ് ആലോചിക്കേണ്ടത്. തൻ്റെ കുടുംബത്തിന് കിട്ടിയിരിക്കുന്ന കൃപകൾക്ക് ഓരോന്നിനും എണ്ണി ഈ മകളിവിടെ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ സ്വർഗം തീർച്ചയായും സന്തോഷിക്കുന്നുണ്ട്. ദൈവപുത്രനെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവപിതാവും പരിശുദ്ധ അമ്മയും തീർച്ചയായും സന്തോഷിക്കും. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ എൻ്റെ പേര് അശ്വതി എന്നാണ്. ഞാൻ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് 2020 ഡിസംബർ 28-നാണ്. ആദ്യം തന്നെ പറയട്ടെ, ഞാനൊരു അക്രൈസ്തവയാണ്. ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തിൽ വരുന്നത് ഞാൻ BSc നഴ്സിംഗ് പഠിക്കുകയാണ്. BSc നഴ്സിംഗ് മംഗലാപുരത്ത് പഠിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വഴി പറഞ്ഞാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി കേൾക്കുന്നത്. അങ്ങനെ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഉടമ്പടി എന്താണെന്നൊന്നും അറിയത്തില്ല. എങ്ങനെയെങ്കിലും കൃപാസനത്തിൽ വരണം, എൻ്റെ എയിം അത് മാത്രമായിരുന്നു. എനിക്ക് എക്സാമിൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഒരു യൂണിവേഴ്സിറ്റി എക്സാം അപ്പിയർ ചെയ്യാൻ പോവാണ്, അതിൻ്റെ ടെൻഷനുണ്ട്. എങ്കിൽ പോലും എനിക്ക് അതിൻ്റെയൊക്കെ അപ്പുറത്ത് എനിക്ക് മാതാവിന് ഈ കൃപാസനത്തിൽ വരണം, എനിക്ക് എങ്ങനെയെങ്കിലും. ഞാൻ അതിന് വേണ്ടിയിട്ട് എനിക്ക് ലീവ് കിട്ടിയ സമയത്ത് നാട്ടിൽ വന്ന് കൃപാസനത്തിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് കണ്ടു. ഇവിടെ വന്ന് ഞാൻ ഭയങ്കര വലിയൊരു പള്ളിയാണ് പ്രതീക്ഷിച്ചത്. ഇവിടെ വന്ന് കണ്ടു. എനിക്കൊന്നും അറിയത്തില്ല, കാരണം ഞാൻ ക്രിസ്ത്യൻ രീതിയിലുള്ള ഒരു രീതിയിലും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല, എനിക്കറിയത്തില്ല. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, പോയി. പത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ പോയപ്പോൾ. അങ്ങനെ വീട്ടിൽ ചെന്ന് ഞാൻ ഈ പത്രം മൊത്തം വായിച്ചു, സാക്ഷ്യങ്ങളെല്ലാം വായിച്ചു. ഇതിനു മുമ്പ് ഞാൻ കൃപാസനത്തെ പറ്റി കേട്ടിട്ടില്ല. അപ്പം നന്നായിട്ട് ഞാൻ സാക്ഷ്യങ്ങൾ മൊത്തം വായിച്ചു. അപ്പം ആ പത്രത്തിന് താഴെ ഒരു യൂട്യൂബിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പത്രത്തിൻ്റെ താഴെ. അപ്പം ഞാൻ യൂട്യൂബിൻ്റെ ഇതുണ്ട്. അപ്പം ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് കൃപാസനം ഒന്ന് അടിച്ച് നോക്കി. അപ്പോൾ കൃപാസനത്തെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരുന്നു. ഉടമ്പടി എന്താണ്, നമ്മുടെ എല്ലാം കാശ് രൂപം, വെഞ്ചരിച്ച വസ്തുക്കളുടെ പറ്റിയും എല്ലാ കാര്യങ്ങളും, ജോസഫ് അച്ഛനെ പറ്റിയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഞാൻ എല്ലാം ഇരുന്ന് കണ്ടു. എല്ലാം ഇരുന്ന് കണ്ടപ്പോഴും എനിക്ക് മാതാവിനോട് ഭയങ്കര സ്നേഹമാണ്. ഭയങ്കര സ്നേഹത്തോടെ എനിക്ക് എങ്ങനെയെങ്കിലും ഭയങ്കരമായിട്ട് പ്രാർത്ഥന എൻ്റെ ഭയങ്കരമായിട്ട് വന്നു. ഒരു അക്രൈസ്തവ ആയതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലിരുന്ന് അങ്ങനെ ജപമൊന്നും ചൊല്ലുന്ന ആളല്ല. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ അന്നേരം തന്നെ തുടങ്ങി. ഉടമ്പടി ഞാൻ ഓൺലൈനായിട്ട് എടുത്തു. മാതാവിൻ്റെ അടുത്ത് നന്നായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ അച്ഛൻ്റെ ടോക്കിൽ എപ്പോഴും പറയാറുണ്ട്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതെനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ മാതാവിനോട് അതുകൊണ്ട് തന്നെ എൻ്റെ ഫസ്റ്റ് ഇയറിലെ എക്സാം ആയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാതാവേ എൻ്റെ മെറിറ്റിലല്ല. ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് ആ ഒരു വചനം കേട്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ മെറിറ്റ് ഉപേക്ഷിച്ച ആളാണ്. എനിക്ക് എൻ്റെ മെറിറ്റിൽ ഒന്നും വേണ്ടാന്ന് തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാതാവിൻ്റെ ഗ്രേസിന് വേണ്ടി ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ കൂട്ടത്തിൽ എൻ്റെ റൂമിലുണ്ടായിരുന്ന എല്ലാം ക്രിസ്ത്യൻ ഫ്രണ്ട്സാണ്. ഒരാൾ പോലും ഹിന്ദു ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ അവരൊക്കെ പ്രാർത്ഥിക്കുന്നതിനേക്കാളും ഞാൻ ഭയങ്കര അതിൻ്റെ 100 ടൈംസ് ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ ക്രിസ്ത്യൻ ഫ്രണ്ട്സും എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരും ചർച്ചാ വിഷയമായി തുടങ്ങി എൻ്റെ പ്രാർത്ഥന. ഞാൻ പള്ളിയിൽ എല്ലാ ദിവസവും പോകുന്നു, ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആർക്കും എൻ്റെ ക്ലാസ് തന്നെ ആരും കൃപാസനത്തിലെ ഉടമ്പടി ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആലപ്പുഴയിൽ നിന്നുള്ള സ്റ്റുഡൻസൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് അറിയാം, എന്നാലും ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ ഞാൻ വഴി അവരൊക്കെ ഉടമ്പടിയിലേക്ക് വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ മാതാവിൻ്റെ ഫസ്റ്റ് ഇയറിൽ ഗ്രേസിന് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പം എനിക്ക് അനാട്ടമി പോലുള്ള വിഷയങ്ങളൊക്കെ നല്ല ടഫാണ്. ഞാൻ അതിൻ്റെ ടെക്സ്റ്റ് പോലും വാങ്ങിയിട്ടില്ല. ഏതോ ഒരു സുഹൃത്തിൻ്റെ ടെക്സ്റ്റ് വെച്ചാണ് ഞാൻ പഠിച്ചത്. എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് എനിക്ക് ആ ടെക്സ്റ്റ് വേണ്ടാന്നുള്ള ഒരു ഇതായിരുന്നു. എനിക്ക് പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ 3 മണിക്ക് എണീച്ച് പ്രാർത്ഥിക്കും, കൊന്ത എത്തിക്കും. എൻ്റെ സുഹൃത്തുക്കൾ വഴി ഞാൻ കൊന്ത പഠിച്ചു. അങ്ങനെ എല്ലാ പ്രാർത്ഥനകളും ഞാൻ പഠിച്ചു. എല്ലാവരും ഉറങ്ങുന്ന സമയത്തും പഠിക്കുന്ന സമയത്തും ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ പാത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള സമയമുണ്ട്. എപ്പോഴും എല്ലാവരും ഇങ്ങനെ പറയും, എനിക്ക് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, പഠിത്തമേ ഇല്ല എന്ന് പറയുമ്പോഴും ഞാൻ ഒളിച്ചിരുന്ന് വരെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ ഗ്രേസിന് വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് ഫസ്റ്റ് ഇയർ പ്രാർത്ഥിച്ചു. അങ്ങനെ നഴ്സിംഗ് പഠിക്കുന്ന എല്ലാവർക്കും അറിയാം, ഗ്രേസ് മാർക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ദൈവത്തിൻ്റെ ഗ്രേസ് തന്നെയാണ്, അതല്ലാതെ വേറെ ആർക്കും ഇട്ട് കൊടുക്കത്തില്ല. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച്, ഇപ്പം എനിവേസ് ഞാൻ തോറ്റുപോയാലും എനിക്ക് തോക്കാനുള്ള മാർക്കേ ഉള്ളൂ എങ്കിൽ പോലും മാതാവ് നിൻ്റെ ഗ്രേസ് തന്നിട്ട് എനിക്ക് പാസ്സാക്കണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തും ഒന്നിച്ചിരുന്നാണ് പഠിച്ചത്.
ഒന്നിച്ച് ഞങ്ങൾക്ക് ഒരേ സെയിം മാർക്കായിരുന്നു, സെയിം മാർക്ക്, ഒരു ഡിജിറ്റ് പോലും വ്യത്യാസമില്ല, സെയിം മാർക്ക്. പക്ഷേ എനിക്ക് 3 സബ്ജക്റ്റിന് ഗ്രേസ് മാർക്ക് കിട്ടി, അവൾക്ക് കിട്ടിയില്ല, അവൾ ഫെയിലായി. ഞാൻ ആ 3 മാർക്കിന് 3 ഗ്രേസ് മാർക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ ആ ഫസ്റ്റ് ഇയർ പാസ്സായി. അതുപോലെ 2ാമത്തെ വർഷം വന്നപ്പോഴത്തേന് എനിക്ക് ഭയങ്കര വിശ്വാസമായി, അമ്മ മാതാവിൻ്റെ ഗ്രേസ് എനിക്ക് കിട്ടിയല്ലോ. അപ്പോൾ എനിക്ക് നല്ല വിശ്വാസമായിരുന്നു. അങ്ങനെ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു വന്നിരുന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ കുറച്ച് ഇമോഷണലി എന്നെ തളർത്തുന്ന കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിലുണ്ടായി. അപ്പോൾ എൻ്റെ പ്രാർത്ഥനാ ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആളാണ്. എൻ്റെ ലൈഫ് അങ്ങനെ ആയിരുന്നു. ഞാൻ ഉടമ്പടി ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ അങ്ങനെയാണ്. അപ്പം ഞാൻ അതിൽ നിന്ന് ചെറിയ രീതിക്ക് മാറാൻ തുടങ്ങി. എൻ്റെ പ്രാർത്ഥനാ ലൈഫ് എനിക്ക് നഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പം സെക്കൻഡ് ഇയറിലെ എക്സാം വന്നപ്പം എനിക്ക് പഠിക്കാനും പറ്റിയിട്ടില്ല. ഞാൻ ഒന്നും പഠിക്കാതെ തന്നെയാണ് പോയി അറ്റൻഡ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഫെയിൽ ആകുമെന്ന് ഉറപ്പായിരുന്നു. എങ്കിലും ഞാൻ മനസ്സിലോർത്തായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഞാൻ പാസ്സാവുമെന്ന്. പക്ഷെ എനിക്ക് പ്രാർത്ഥനയില്ലായിരുന്നു. അങ്ങനെ ഞാൻ 2 എക്സാമിൽ റിസൾട്ട് വന്നപ്പോൾ 2 വിഷയങ്ങൾക്ക് ഞാൻ ഫെയിലായി. സെക്കൻഡ് ഇയറിൽ ഫെയിലായെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും എഴുതി. അപ്പോൾ എനിക്കറിയാം വലിയ പ്രാർത്ഥനയൊന്നും ഇല്ലാതെ വീണ്ടും ഞാൻ എഴുതി. എന്നാലും ഞാൻ മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കും, പക്ഷേ എന്നത്തെ പോലെ ഇല്ല. അങ്ങനെ ഞാൻ എക്സാം അപ്പിയർ 2 വീണ്ടും ഞാൻ സപ്ലിക്ക് കൊടുത്ത് ഞാൻ സപ്ലി എഴുതി. എനിക്ക് ഏറ്റവും പാടുള്ള വിഷയം കിട്ടി. പക്ഷേ എല്ലാവരും പറയും എളുപ്പമാണെന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ഉണ്ട്, MSN എന്ന് പറയും. അത് എല്ലാവർക്കും എളുപ്പമാണ്, വെറുതെ പോയിരുന്ന് എഴുതിയാൽ മതി കിട്ടും എന്ന് എല്ലാവരും പറയുന്ന സബ്ജക്റ്റാണ്. പക്ഷെ അത് വീണ്ടും മാതാവ് എനിക്ക് ഫെയിലാക്കി. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ അത്രയും മാതാവുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളാണ്. എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്, എന്നെ ഈ അൾത്താരെ കയറ്റിയെന്ന് സാക്ഷ്യം പറയിക്കണേ. എപ്പോഴും ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ജോസഫ് അച്ഛൻ്റെ ടോക്കിലൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും അങ്ങനെ തന്നെ. അങ്ങനെ എനിക്ക് വീണ്ടും ഫെയിലായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. എനിക്ക് ഫെയിലായതിനേക്കാളും ഭയങ്കര സങ്കടമെന്ന് വെച്ചാൽ എൻ്റെ പ്രാർത്ഥനാ ലൈഫ് എനിക്ക് വീണ്ടും അതുപോലെ കൊണ്ടുവരണമെന്നായിരുന്നു. അങ്ങനെ ഞാൻ നല്ല അടിപൊളിയായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ഉറക്കമുളച്ച് തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയെന്ന് പറയാം. ഉറങ്ങാതെ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാവരും എക്സാമിന് തലേദിവസം ഒന്നും ഉറങ്ങാറില്ല, പഠിക്കുമായിരിക്കും. ഓൾമോസ്റ്റ് എല്ലാവരും പഠിക്കുക തന്നെയാണ്. ഞാൻ ആ സമയത്ത് പോലും പഠിക്കുന്ന സമയം പോലും എനിക്ക് പ്രാർത്ഥിക്കാൻ ഞാൻ യൂട്ടിലൈസ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് സെക്കൻഡ് ഇയറിൽ ആ സബ്ജക്റ്റ് കിട്ടി. തേർഡ് ഇയറും കൂടെ ഞാൻ ഒന്നിച്ചാണ് എഴുതിയത്. അപ്പോൾ തേർഡ് ഇയറിൽ എനിക്ക് ഫസ്റ്റ് ക്ലാസ് തന്നു. ഫസ്റ്റ് ക്ലാസ് കിട്ടി, ഞാൻ വിജയിച്ചു. ഇന്നലെ എൻ്റെ 4th ഇയറിൻ്റെ റിസൾട്ട് വന്നു. അതുകൊണ്ടൊക്കെ ഞാൻ 4th ഇയറിലെ എക്സാം അപ്പിയർ ചെയ്യാൻ പോയപ്പോഴും ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് പോയത്. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ ഹാളിൻ്റെ ഒരു സൈഡിൽ ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത്. അതുപോലെ തന്നെ എൻ്റെ ആൻസർ ഷീറ്റിൽ ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു തൈലം വെച്ചിട്ട്. അങ്ങനെ തന്നെ ഞാൻ എക്സാം എഴുതാൻ തുടങ്ങിയത്. പക്ഷേ ഞാൻ എന്തൊക്കെയോ നോക്കിയിട്ട് പോയി. ഞാൻ നോക്കിയതൊക്കെ എവിടേക്കോ വന്നു എന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ എനിക്ക് തോന്നി. പക്ഷേ ആൻസർ എഴുതാൻ തുടങ്ങിയപ്പം എനിക്ക് അങ്ങോട്ട് ഒന്നും കിട്ടുന്നില്ല, എഴുതാൻ എനിക്കൊന്നും പറ്റുന്നില്ല. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. എന്തൊക്കെയോ ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു. പക്ഷേ ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ 10 മാർക്കിൻ്റെയും എല്ലാം ക്വസ്റ്റ്യൻസ് ഞാൻ കുറേയൊക്കെ അറ്റൻഡ് ചെയ്തെന്നാണ്. പക്ഷേ ഞാനതൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ വീണ്ടും ഒന്ന് റീചെക്ക് ചെയ്തപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ആകെ ലെഫ്റ്റ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ അരമണിക്കൂറാണ്. ആ അരമണിക്കൂർ കൊണ്ട് എനിക്ക് ഈ 5 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യനും ഈ 10 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യനും എഴുതി തീർക്കാൻ എനിക്ക് പറ്റത്തില്ലെന്ന് ഉറപ്പായിരുന്നു. അപ്പം ഞാൻ ആ ഹാളിൽ ഇരുന്നു കൊണ്ട് തന്നെ മാതാവിൻ്റെ കാശുരൂപം മുറുക്കെ പിടിച്ചാണ് എക്സാം എഴുതുന്നത്. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത്, മാതാവേ എനിക്ക് അരമണിക്കൂറേ ഉള്ളൂ, എൻ്റെ സമയത്തിൻ്റെ മേലെ അധികാരമുള്ള മാതാവാണ് നീ, എനിക്ക് ഈ അരമണിക്കൂർ കൊണ്ട് എന്നെ ഇത് എഴുതിപ്പിക്കണമെന്ന്. അപ്പോൾ തൊട്ട് എനിക്ക് അറിയത്തില്ല എവിടുന്ന് ആൻസർ വരുന്നതെന്ന്. അതുപോലൊക്കെ എനിക്ക് ആൻസർ ഭയങ്കരമായിട്ട് വന്ന് എനിക്ക് പേന താത്ത് വെക്കാൻ പറ്റുന്നില്ലായിരുന്നു. ആ അരമണിക്കൂർ ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു. ശേഷം എനിക്ക് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് പത്രം കൊടുക്കാനുള്ള സമയമുണ്ടായിരുന്നു. ഞാൻ അങ്ങനെയായിരുന്നു എഴുതിയത്. അത്രയും നന്നായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം തന്നെ അന്ന് എനിക്ക് ഹോൾ ടിക്കറ്റ് കിട്ടുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ഡിസംബർ 7-ാം തീയതിയാണ്. അന്ന് മാതാവിൻ്റെ ദിവസമാണല്ലോ. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ അപ്പുറത്തിരിക്കുന്നവർ, എൻ്റെ ക്ലാസ്സിൽ എല്ലാവർക്കും അറിയാം ഞാൻ കൃപാസനത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ എന്നാണ് എല്ലാവരും എന്നെ വിളിക്കുന്നത്. അങ്ങനെ ഞാൻ 7-ാം തീയതി കിട്ടിയപ്പോൾ തന്നെ എൻ്റെ അപ്പുറത്തിരുന്നവരടുത്തൊക്കെ ഞാൻ പറഞ്ഞു, ഡിസംബർ 7-ആണിന്ന്, നമ്മളെല്ലാവരും മാതാവ് പാസ്സാക്കും, മാതാവിൻ്റെ ദിവസമാണ് നമുക്ക് ഹോൾ ടിക്കറ്റ് കൈ കിട്ടിയേക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
എക്സാമിൻ്റെ റിസൾട്ട് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസംബറിൽ എക്സാം കഴിഞ്ഞെങ്കിൽ പോലും ഞങ്ങൾക്ക് ഇപ്പോൾ ജനുവരി ഫെബ്രുവരി ആയി, ഒത്തിരി ലേറ്റ് ആയിട്ടാണ് ഞങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം നടന്നത്, കുറേ ലേറ്റ് ആയിട്ട് തന്നെയാണ്. അപ്പോൾ റിസൾട്ട് വരാനും ഇപ്പോൾ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി പറഞ്ഞു 7-ന് ശേഷമേ വരത്തുള്ളൂ. എൻ്റെ കൂടെയുള്ള പഠിക്കുന്ന കുറേ ഫ്രണ്ട്സ് പറഞ്ഞു 7-ന് ശേഷമേ വരത്തുള്ളൂ. പക്ഷെ ഞാൻ അവരോടൊക്കെ പറഞ്ഞു, ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാതാവേ 6-ാം തീയതി എനിക്ക് റിസൾട്ട് തരണേ, 6-ാം തീയതി തന്നിട്ട് 7-ാം തീയതി ഞാൻ ഈ അൾത്താരെ എന്നെ കയറ്റി നിർത്തണേ. എനിക്ക് 4-ാമത്തെ വർഷത്തിലെ റിസൾട്ട് വരുന്നതിനേക്കാളും വന്ന് ഞാൻ പാസ്സാവുന്നതിനേക്കാളും എനിക്ക് ഭയങ്കര ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ അൾത്താരെ കയറുന്നതായിരുന്നു. ഇന്നലെ വന്ന റിസൾട്ടാണ്. ഞാൻ നോക്കിയില്ല, ആരോടും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മാതാവിനോടേ പറയത്തുള്ളൂ. ഞാൻ ഇവിടെ വന്ന് രാവിലെ 11:15 ഇവിടെ എത്തി ഞാൻ അവിടെ മാതാവിൻ്റെ സമയഘടികാരം നെഞ്ചു ചാർത്തി. അതെൻ്റെ ഫേവറേറ്റാണ്. ആ മാതാവ് എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. എന്ത് വിഷമം വന്നാലും ഞാൻ അവിടെ വന്നതെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ അവിടെ ചെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് ഇവിടുത്തെ വിളക്കിൽ നിന്ന് തൈലം എടുത്ത് കുരിശ് എൻ്റെ ഫോണിൽ വരച്ച ശേഷമാണ് ഞാൻ റിസൾട്ട് നോക്കിയത്. റിസൾട്ട് നോക്കി എനിക്കിപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഉണ്ടെന്ന് അറിഞ്ഞ് ഞാൻ മാതാവിനോടാണ് പറയുന്നത്. ഞാൻ മാതാവിന് കൊടുത്ത വാക്ക് പാലിക്കുന്ന പോലെ തന്നെ എനിക്ക് മാതാവ് ഫസ്റ്റ് ക്ലാസ് തന്ന് അനുഗ്രഹിച്ചു. ഒരുപാട് നന്ദിയുണ്ട് മാതാവിനും തിരുക്കുമാരനും. അതുപോലെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തിയും ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പത്രം ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഹോസ്റ്റലിൽ നിന്ന് പുറത്തൊന്നും പോകാൻ പറ്റാഞ്ഞപ്പോൾ എനിക്ക് ആഗ്രഹമായിരുന്നു എൻ്റെ എഫേർട്ട് എന്തെങ്കിലും വേണം, ഞാൻ മാതാവിന് വേണ്ടി പറയണം, ഈശോയെ പറ്റി പറയണം എന്ന് വെച്ചാൽ ഞാൻ ക്രിസ്ത്യൻ അല്ലാത്തതുകൊണ്ട് എനിക്ക് അത്രയൊന്നും പറയാനൊന്നും അറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് പുറത്ത് പോകാനും പറ്റത്തില്ലായിരുന്നു ആ സമയത്ത്. അപ്പം ഞാൻ ഒരു 100 പത്രത്തിനടുത്ത് വാങ്ങിയിട്ട് പോയി. പിന്നെ ആരെങ്കിലുമൊക്കെ ഉപേക്ഷിക്കുന്ന പത്രം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്, എനിക്ക് കരച്ചിൽ വരും ആരെങ്കിലും ഉപേക്ഷിച്ചിട്ട് കഴിഞ്ഞാൽ. അപ്പം ഞാൻ ആ പത്രവും എടുത്ത് വെക്കും എൻ്റെ കയ്യിൽ. എന്നിട്ട് ഞാൻ ഇത്രയും കൂട്ടി വെച്ചൊരു 100 പത്രത്തിൻ്റെ അടുത്തുണ്ടായിരുന്നു. അത്രയും പത്രത്തിനനുസരിച്ച് ഞാൻ 100 വട്ടം ഞാൻ വിശ്വാസപ്രമാണം എഴുതി. ഞാൻ പഠിക്കേണ്ട സമയത്തെല്ലാം ഇരുന്ന് വിശ്വാസപ്രമാണം എഴുതി ഓരോരുത്തർക്കും കൊടുക്കുമ്പോൾ ഞാൻ ആ വിശ്വാസപ്രമാണം ഓരോ പത്രത്തിൻ്റെ കൂടെ കൊടുക്കുമായിരുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എൻ്റെ കോളേജിൽ അങ്ങനെ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്, എൻ്റെ കൂടെ പഠിക്കുന്നവർക്കും എൻ്റെ ജൂനിയേഴ്സിനും എല്ലാവർക്കും. പിന്നെ പത്രം ഞാൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഹോസ്പിറ്റലുകളിൽ കൊടുക്കാറുണ്ട്. എൻ്റെ അച്ഛൻ്റെ രോഗസൗഖ്യം നടന്ന ആ ഹോസ്പിറ്റലിൽ കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ പത്രം കൊടുക്കുന്ന ബസ് സ്റ്റാൻഡിൽ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പത്രം കൊടുക്കുന്നതിനേക്കാളും ഒരാൾക്കടുത്ത് ഞാൻ കൊടുത്തിട്ടുള്ളെങ്കിൽ പോലും ഞാൻ അവരുടെ അടുത്തിരുന്ന് എൻ്റെ അനുഭവം ഫുള്ള് ഇപ്പം ഞാൻ പാസ്സായത് മാത്രമല്ല, ഇവിടെ എനിക്ക് പറയാൻ പറ്റാത്ത എൻ്റെ കൂടെ ആരും വരാത്തതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. എൻ്റെ എല്ലാ ഫാമിലിയും നടന്നിട്ടുള്ളതും എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽക്കും ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത ശേഷമാണ് ഞാൻ ആ പത്രം കൊടുക്കുന്നത്. ഇവിടെ വരണമെന്ന് ഞാൻ എല്ലാവരോടും പറയും, മാതാവിൻ്റെ അടുത്ത് ഒരു വട്ടം വരണമെന്ന് ഞാൻ എന്തായാലും പറയും. ഒരു വട്ടം വന്ന് ഉറപ്പായിട്ട് അവർ പിന്നീട് എപ്പോഴും വരും. അങ്ങനെ ഞാൻ അത്രയും പറഞ്ഞിട്ടാണ് ഞാൻ മാതാവിൻ്റെ പത്രങ്ങൾ കൊടുക്കുന്നത്. ഞാൻ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സ്റ്റുഡൻ്റായിട്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡൊന്നും ഇല്ലാത്തവർക്ക് ഞാൻ എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഫുഡ് വാങ്ങിച്ച് വെള്ളം വാങ്ങിച്ച് ഞാൻ കൊണ്ടവരിയ്ക്കുന്ന സ്ഥലത്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അടുത്തേക്ക് ആരെങ്കിലും എന്തോ കൈ നീട്ടി വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഇപ്പോൾ 50 രൂപ ഉള്ളെങ്കിൽ ഞാൻ 50 കൊടുക്കും. ഇനി മുന്നോട്ടുള്ള എൻ്റെ യാത്രയൊന്നും ഞാൻ ആലോചിക്കാറില്ല. എനിക്ക് ഉറപ്പാണ് മാതാവ് എന്തെങ്കിലും വഴി തരും, എങ്ങനെയെങ്കിലും ഞാനങ്ങ് പൊക്കോളും എന്ന് ഞാൻ ഓർക്കും. എൻ്റെ കയ്യിൽ 50 രൂപ ഉള്ളെങ്കിൽ ഞാനത് കൊടുക്കും. പിന്നെ എൻ്റെ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാനും ചേച്ചിയും കൂടെ ചേർന്ന് ഫുഡ് ഞാൻ തന്നെ, ഞങ്ങൾ 2 വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ തന്നെ, എനിക്ക് ഭയങ്കര എൻ്റെ ഒരു എഫേർട്ട് എന്തെങ്കിലും വേണമല്ലോ. അപ്പം ഞാൻ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യും. ഞാൻ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് തന്നെ പൊതി കെട്ടി ഞാനും ചേച്ചിയും കൂടെ കൊണ്ട് പൊതികൾ കൊടുക്കാറുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് പോയി കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത്. ഞാൻ എല്ലാവരോടും മാതാവിനെ ഈശോയെയും പറ്റി പറയാറുണ്ട്, പത്രം കൊടുക്കാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഞാൻ വഴി ഒരുപാട് പേര് വന്ന് ഉടമ്പടി എടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. നന്ദി ഈശോയ്ക്കും മാതാവിനും. റോമ 10:9 യേശു കർത്താവാണ് എന്ന അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അശ്വതി ഹരി എന്ന ഈ മകളുടെ ജീവസുറ്റ സാക്ഷ്യമാണ് നാം ഈ നിമിഷങ്ങളിൽ കേട്ടുകൊണ്ടിരുന്നത്. മകളുടെ നേഴ്സിംഗ് പഠനകാലത്ത് മകൾ കൃപാസനം മാതാവിനെ പരിചയപ്പെടുന്നു. അത് ആദ്യം ഒരു ദിനം പ്രാർത്ഥിക്കുവാൻ ഇവിടെ എത്തുന്നു. പിന്നെ ഒരു പത്രം വാങ്ങിക്കൊണ്ടുപോയി അതിൽ നിന്ന് യൂട്യൂബ് ചാനൽ കണ്ട്
ആ ചാനലിലൂടെ കൃപാസനത്തെക്കുറിച്ചും ധ്യാനത്തെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചും അതിൻ്റെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കുന്നു. പിന്നീട് മകൾ പറഞ്ഞ വാക്കുകളൊക്കെയും തീഷ്ണമായ ഉടമ്പടി ജീവിതത്തോടുള്ള വിശ്വസ്തതയാണ്. ശരിക്കും നമ്മളെ ഓരോരുത്തരെയും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലാണ് മകൾ ഉടമ്പടിയെ സമീപിക്കുന്നതെന്ന് നമുക്കറിയാം. എത്ര കണ്ട് സ്നേഹത്തോടെ ഉടമ്പടിയുടെ ഓരോ പ്രാർത്ഥനകളും നിർവഹിക്കുന്നു, എത്ര കണ്ട് ഗൗരവത്തോടു കൂടി ഉടമ്പടിയുടെ ധ്യാനത്തെ, സാക്ഷ്യങ്ങളെ, ജീവിതത്തെ, ഉപവാസത്തെ ഒക്കെ മകൾ സമീപിക്കുന്നു. ഓരോ പരീക്ഷയ്ക്ക് വേണ്ടി മകൾ ഒരുങ്ങുന്ന സമയത്തും അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് മകളത് പരീക്ഷ എഴുതുന്നു. മറ്റൊരാൾ തോറ്റതിൻ്റെ വിശേഷം അല്ല മകൾ ശരിക്കും ആദ്യം അത് സൂചിപ്പിക്കുന്നത്. മകൾ പറയുവാൻ ഉദ്ദേശിച്ചത് രണ്ടുപേർക്കും ഒരേ മാർക്കായിരുന്നെങ്കിലും മകൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടിയതിൻ്റെ അമ്മ മാതാവ് ആദ്യ വർഷത്തെ ക്ലേശകരമായ വിഷയങ്ങളൊക്കെയും വിജയത്തിലേക്ക് മകളെ നയിച്ചതിൻ്റെ സന്തോഷമാണ്. പരിശുദ്ധമ്മ കൂടെയുണ്ട് എന്ന ബോധ്യത്തിലാണ് ഓരോ നിമിഷവും മകൾ ജീവിച്ചു കൊണ്ടിരുന്നത്. ഉടമ്പടിയിൽ ചിലർക്ക് ചില കാലങ്ങളിൽ വരുന്ന ഒരു മന്ദതയെക്കുറിച്ച് മകളുടെ വാക്കുകളിൽ നമ്മൾ കേട്ടിരുന്നു. അത് സെക്കൻഡ് ഇയർ ആയപ്പോൾ പല പ്രശ്നങ്ങളാൽ ജീവിതം ഒന്ന് ഉലഞ്ഞപ്പോൾ ഉടമ്പടിയിൽ നിന്ന് പിന്നോട്ട് പോയതിനെക്കുറിച്ച്, അത് പരീക്ഷയുടെ തോൽവിയായി പരിണമിച്ചതും മകൾ ഏറ്റുപറയുന്നുണ്ട്. പിന്നീട് വീണ്ടും ഉടമ്പടിയിലേക്ക് മടങ്ങി വരുമ്പോൾ അത് വിശ്വസ്തതയുള്ള ജീവിതമായി തീരുമ്പോൾ, അത് വൈകാരികമായി അമ്മ മാതാവിനോടുള്ള ബന്ധമായി തീരുമ്പോൾ, എല്ലാ നിമിഷവും മറ്റെല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഉടമ്പടിയുടെ പ്രാർത്ഥനകളിലേക്ക് നന്നായി തന്നെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ അത് വലിയ അനുഗ്രഹങ്ങളിലേക്ക് മകളെ കൊണ്ടുവന്നെത്തിക്കുന്നത്. അമ്മ മാതാവ് വിജയത്തിൻ്റെ മാതാവാണ്. അമ്മ മാതാവ് സമയത്തിന് മേൽ അധികാരമുള്ള അമ്മയാണ്. അതുകൊണ്ട് അരമണിക്കൂറേ ഉള്ളുവെങ്കിലും എൻ്റെ അവസാനവട്ട പരീക്ഷയ്ക്ക് ഏറെ കാര്യങ്ങൾ എഴുതുവാനുണ്ടെങ്കിലും നിമിഷങ്ങൾ കൊണ്ട് എഴുതി തീർക്കുവാൻ പറ്റുന്ന വിധത്തിൽ പരിശുദ്ധമ്മേനെ സഹായിക്കുമെന്ന ബോധ്യത്തോടു കൂടി ആ അരമണിക്കൂറിനുള്ളിൽ എല്ലാ ചോദ്യവും ആൻസർ ചെയ്ത് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മ മാതാവിൻ്റെ ഒരു അനുവാദത്തോടും സംരക്ഷണയോടും കൂടി ആ ഉത്തരക്കടലാസ് മടക്കി കൊടുത്തതിനെക്കുറിച്ചും മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ മകളുടെ വാക്കുകളിൽ നാം കേട്ടത് മുഴുവനും ഉടമ്പടി ജീവിതമാണ് എന്ന സാക്ഷ്യമാണ്. ഉടമ്പടി എങ്ങനെ മറ്റുള്ളവർക്ക് ദൈവത്തെ പങ്കുവെച്ച് കൊടുക്കാം എന്നതിൻ്റെ സാക്ഷ്യമാണ്. അക്രൈസ്തവ മകളാണെങ്കിലും ഏറ്റവും തിഷ്ഠമായ വിശ്വാസത്തോടു കൂടി തനിക്ക് ലഭിച്ച ഓരോ ജീവിതാനുഭവത്തെയും ദൈവത്തെ പകർന്നു കൊടുക്കുവാനുള്ള മാർഗങ്ങളായി മാറ്റിക്കൊണ്ട് മകൾ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറയുന്നു, എൻ്റെ കൃപാസന മാതാവ് എൻ്റെ ജീവിതത്തെ കൈപിടിക്കുകയും എനിക്കുള്ളത് മുഴുവൻ ആർക്ക് കൊടുത്താലും മുട്ടില്ലാതെ ജീവിക്കുവാൻ എന്നെ സഹായിക്കുകയും ചെയ്യുമെന്ന്. ഇന്ന് ഈ ദിനം 7-ാം തീയതി മകൾ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചതാണ്. ഈ ദിനം ഇവിടെ എത്തി മകൾക്ക് സാക്ഷ്യം പറയണമെന്ന്. ഇന്നലെ വന്ന റിസൾട്ടാണ്. രാത്രി നോക്കാതെ, വെളുപ്പിന് നോക്കാതെ ഇവിടം വരെ ഓടിയെത്തി അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് കുരിശടയാളം വരച്ച് അമ്മ മാതാവിന് റിസൾട്ട് കാണിച്ചിട്ടാണ് ഈ സാക്ഷ്യത്തിലൂടെ മറ്റെല്ലാവരോടും പറയുക, ഫസ്റ്റ് ക്ലാസ്സോടെ വിജയിക്കുവാൻ എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചു, എന്നെ സഹായിച്ചുവെന്ന്. പരിശുദ്ധമ്മയിലൂടെ ഈശോ ഈ മകൾക്ക് നൽകിയ എല്ലാ വലിയ അനുഗ്രഹത്തിനും വിശ്വാസമെന്ന ദാനത്തിനും വിശ്വാസം കൈമാറാൻ കൊടുത്ത ധൈര്യത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങരടിച്ച് ഈ സാക്ഷ്യം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഡെയ്സി, ഇതെൻ്റെ ഹസ്ബൻഡ് മേജോ. ഞങ്ങൾ അങ്കമാലി കൊല്ലക്കോട് നിന്ന് വരുന്നു. 2023 ജൂണിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഹസ്ബൻഡിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു. ആൾക്ക് വേറെ ദുസ്വഭാവ ദുശീലങ്ങളൊന്നും ഇല്ലാത്ത ആളായിരുന്നു. പക്ഷേ 2023 മാർച്ച് മുതൽ ആൾ മദ്യത്തിനും ഹാൻസിനും അടിമപ്പെട്ട് ഒരുപാട് വീട്ടിൽ പ്രശ്നമായി, കുടുംബസമാധാനം ഇല്ലാതായി, ഒരുപാട് ബിസിനസ്സിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു. അതിൻ്റെ ഫലമായി കുറേ കാശൊക്കെ നഷ്ടമായി. ആൾക്ക് ബിസിനസ്സാണ്. കണ്ണീരോടെ അല്ലാത്ത ഒരു ദിവസം ഇല്ലായിരുന്നു വീട്ടിൽ. കുടുംബ പ്രാർത്ഥനയ്ക്ക് പോലും ഇരിക്കാൻ പറ്റാതായി, പള്ളിയിൽ കുർബാനയ്ക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി. പള്ളിയിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാരുടെ ചോദ്യം പറച്ചിലൊക്കെ കേട്ട് നമുക്ക് ആകെപ്പാടെ ഇറങ്ങാൻ പോലും കഴിയാത്തൊരവസ്ഥ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് വേദനിച്ചു, പ്രാർത്ഥിച്ചു, കൊന്തയൊക്കെ ചൊല്ലുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പള്ളിയിൽ അച്ഛന്മാരെ പോയി കാണുന്നുണ്ട്. അവരും പറയും പ്രാർത്ഥിക്ക്, കുഴപ്പമില്ല, എല്ലാം മാറും, അവൻ ശരിയാകും. പക്ഷേ പ്രാർത്ഥിക്കും തോറും ഈ ഒരു വിഷമം കൂടുന്നതല്ലാതെ കുറയുന്നില്ലായിരുന്നു. മാർച്ച് മുതൽ മെയ് വരെയുള്ള കാലഘട്ടം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഉറങ്ങാൻ കൊതിച്ച ദിവസങ്ങളൊക്കെ ആയിരുന്നു. ആൾക്ക് തീരെ ഉറക്കമില്ലായിരുന്നു. ലേറ്റായിട്ടായിരിക്കും വരിക. വന്ന ഉടനെ വെളുപ്പിനെ ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ പോകും. ഉറക്കമില്ലാന്നും പറഞ്ഞിട്ട് പോകും. പിന്നെ വരുന്നത് മദ്യപിച്ചിട്ടൊക്കെ ആയിരിക്കും.
ഒരു മെയ് അവസാനം ജൂൺ ആദ്യം ആയപ്പോഴേക്കും ആൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് മൂലമറ്റത്ത് കൊണ്ടുപോയി. അതും ഇതേപോലെ പോലീസിൻ്റെ സഹായത്തോടെ കൈയും കാലും കെട്ടി ആംബുലൻസിലൊക്കെ ആക്കിയിട്ടാണ് കൊണ്ടുപോയത്. ഒരു മാസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ആൾ തിരിച്ചു വന്നു. ആ സമയത്താണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് ഞാൻ പിന്നെ ഉടമ്പടിയിലായിരുന്നു, പ്രാർത്ഥിച്ചു. ആദ്യം പ്രാർത്ഥിക്കുമ്പോഴും ഇതേപോലെ നമുക്ക് മാതാവൊന്നും തരുന്നില്ല, വിഷമം മാത്രമേ തരുന്നുള്ളൂ, പിന്നെ എന്തിനാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നൊരു ചിന്തയായിരുന്നു. എൻ്റെ അമ്മയുടെ നിർബന്ധം കൊണ്ടാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷവും പിന്നെയും പ്രാർത്ഥനയിലൂടെ തന്നെയായിരുന്നു. കുർബാനയ്ക്ക് പോവും, കുമ്പസാരിക്കും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. അവിടെ ഒരു മാസം ട്രീറ്റ്മെൻറ്റിന് ശേഷം ആൾ ജൂൺ അവസാനം തന്നെ വന്നു ട്രീറ്റ്മെൻറ്റിന് ശേഷം. അതിനുശേഷം ഒരു മാസം ഒരു കുഴപ്പമില്ലാതെ പോയി. പിന്നെയും ജൂലൈ അവസാനം ആയപ്പോഴേക്കും പിന്നെയും ആൾ ഇതേപോലെ പഴയതുപോലെ തന്നെ പിന്നെയും തുടങ്ങി. പിന്നെ മദ്യം ഉപയോഗിച്ചിട്ടില്ല, പകരം ഹാൻഡ്സായിരുന്നു. അതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. ആദ്യത്തേതിലും കൂടുതൽ ഭീകരമായിട്ടുള്ളൊരവസ്ഥയായിരുന്നു രണ്ടാമത്. ആളുടെ കൂടെ ഒരു റൂമിൽ നിൽക്കാൻ പോലും നമുക്ക് പേടിയായിട്ടുള്ളൊരവസ്ഥ, ഉപദ്രവിക്കാൻ വരില്ല, അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ഒരുപാട് ഭീകരമായിട്ടുള്ളൊരവസ്ഥയായിരുന്നു. ആ സമയത്തൊക്കെ മാതാവിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഉറങ്ങുന്ന സമയത്ത് ഇവിടുത്തെ വെഞ്ചരിച്ച തൈലം ഒരു നെറ്റിയിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഉറക്കം തീരെ കുറവായിരുന്നു, എന്നാലും ആ സമയത്തൊക്കെ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് മാതാവിനോടൊരു കാര്യം ആവശ്യപ്പെട്ടുള്ളൂ. ഞങ്ങൾക്ക് അന്ന് 1.5 വയസ്സുള്ള മകനുണ്ട്, അവൻ്റെ അപ്പനെ തിരിച്ചു കൊടുക്കണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അതിനുശേഷം രണ്ടാമത് ഓഗസ്റ്റ് 15 ഇതേപോലെ ആൾ ബോധമില്ലാതെ എഴുന്നേൽക്കുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഡോക്ടറിൻ്റെയൊക്കെ അതിനു മുമ്പേ ഡോക്ടറിനോട് പിന്നെയും ഇത് ആൾ ഉപയോഗിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോഴേക്കും ഡോക്ടറിനെ വിളിച്ചു പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും വേഗം അവനെ ഇവിടെ എത്തിക്കണം, അല്ലെങ്കിൽ പഴയതിലും കൂടുതലായിട്ടുള്ളൊരവസ്ഥയാകും, നിങ്ങൾ എങ്ങനെയെങ്കിലും അവനെ ഇവിടെ എത്തിക്കാൻ പറഞ്ഞു. പക്ഷേ ഇത്രയും ആരോഗ്യമുള്ളൊരു മനുഷ്യനെ നമുക്ക് കൊണ്ടുപോകുമെന്ന് പറയുന്നത് പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ലായിരുന്നു. ഞാൻ ഓഗസ്റ്റ് 15 ആളിതേപോലെ ബോധമില്ലാതെ എഴുന്നേൽക്കുന്നില്ല. അങ്ങനെ ഒരുവിധം ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നു. അവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ അമോണിയം കൂടുതലായിരുന്നു. അങ്ങനെ അവിടുത്തെ ബോധം വന്നപ്പോഴേക്കും ഇ സി ജി ഒക്കെ എടുത്തായിരുന്നു. അപ്പോൾ ECGയുടെ വയറൊക്കെ വലിച്ചൂരുക, അവിടെ ഡോക്ടറിനെ ചീത്ത പറയുക, നേഴ്സുമാരെയൊക്കെ ചീത്ത പറയുക, അങ്ങനെ ഒരുപാട് ഇതായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയെങ്കിൽ നിങ്ങളൊരു കാര്യം ഇവിടെ ഇതിനുള്ള ട്രീറ്റ്മെൻ്റ് ഇല്ല, നിങ്ങൾ എത്രയും വേഗം കാണിക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടു ചെല്ലാൻ പറഞ്ഞു. ഹോസ്പിറ്റലിൽ കൊണ്ടു ചെല്ലാനായിട്ട് നമുക്ക് ബോധത്തോടെ ആളെ കൊണ്ടുപോകൽ നടക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറെ പറഞ്ഞു, ഡോക്ടറെ ഒന്ന് മയക്കി തരുവാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകാം, അല്ലാതെ ഇയാളെ എങ്ങനെ ഞങ്ങൾ കൊണ്ടുപോകാൻ അവിടം വരെ? ഞങ്ങളുടെ ഇവിടെ എൻ്റെ അമ്മയുണ്ട്, കുഞ്ഞുണ്ട്, ഒരു ഡ്രൈവർ കോച്ചേ ഉള്ളൂ, അവനായിട്ട് എങ്ങനെ കൊണ്ടുപോകാനായിട്ട്? അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞു ശരി, ആൾ മയങ്ങുമെന്നൊന്നും ഉറപ്പില്ല, എന്നാലും മയക്കി തരാം, ഇത്ര ആരോഗ്യമുള്ള ഒരു മനുഷ്യന് മയക്കമൊക്കെ ചിലപ്പം പറ്റില്ലായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ മയക്കി. പക്ഷേ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ആംബുലൻസിലേക്ക് കയറ്റുന്ന വഴിക്ക് ആൾ എഴുന്നേറ്റു. അവിടെ ഭയങ്കരമായിട്ടൊരു ഭൂകമ്പം തന്നെ നടന്നു. അവിടെ ഉള്ള സെക്യൂരിറ്റീസൊക്കെ ഓടിക്കൂടി ആളെ കൺവിൻസ് ചെയ്യാൻ നോക്കി, നടക്കുന്നില്ല. അങ്ങനെ ലാസ്റ്റ് പോലീസിൽ അറിയിക്കും, അങ്ങനെ കുറേയൊക്കെ പേടിപ്പിച്ചതിന് ശേഷം പേടിപ്പിക്കുകയൊക്കെ ചെയ്ത അവളെ വളച്ച് നിർത്തി ഒരുപാട് പേര് വന്ന് നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ കൂടിയിരുന്ന ഒരു ചേട്ടൻ എന്നോട് വന്ന് പറഞ്ഞു, മോളെ നീ ഈ ഒരു മനുഷ്യനെയും കൊണ്ട് ഈ മൂലമറ്റം വരെ എങ്ങനെ പോകും? ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പോകുന്ന വഴിക്ക് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയാം, അവിടെ പോലീസിൻ്റെ സഹായത്തോടെ ആളെ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ കൊന്തയും മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിലുണ്ട്, ഞാനത് മുറുക്കെ പിടിച്ചേക്കും. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു ഇല്ല ഏട്ടാ കുഴപ്പമൊന്നുമില്ല, ആളിപ്പം തന്നെ ഞങ്ങളുടെ കൂടെ വരും, കുഴപ്പമില്ല, അത് ഞങ്ങൾക്ക് കൊണ്ടുപോകാനും പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ആളുടെ നമ്പരൊക്കെ എനിക്ക് തന്നു. വഴിയിൽ പോകുന്ന വഴിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ പോലീസിനോട് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ മാതാവിൻ്റെ ഒരനുഗ്രഹം പോലെ ആൾ വന്ന് വണ്ടിയിൽ കയറി നമുക്കിപ്പോൾ തന്നെ ചെക്കപ്പിന് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ മൂലമറ്റത്ത് പോയി ചെന്ന് അവിടെ അഡ്മിറ്റായി. പിന്നെ ഒരു മാസത്തെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്നു. സെപ്റ്റംബർ 15 ആൾ തിരിച്ചു വന്നു. ഇപ്പം 1.5 വർഷമായി. ഓരോ മാസം പേടിയായിരുന്നു, കാരണം ഒരു മാസം കഴിയുമ്പോൾ ഇനി ഇതേപോലെ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 1.5 വർഷമായിട്ട് മാതാവ് ഒരു കുഴപ്പവും കൂടാതെ ഞങ്ങൾക്ക് എൻ്റെ മകൻ അവൻ്റെ അപ്പനെ തിരിച്ചു കൊടുത്തു, എനിക്ക് എൻ്റെ ഭർത്താവിനെ തിരിച്ചു തന്നു. അതിന് എൻ്റെ അമ്മയ്ക്കും മാതാവിനും ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്ന ആളുടെ പേരിലൊരു സ്ഥലം ഉണ്ടായിരുന്നു, അത് വിൽക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി. 2 വർഷത്തോളമായി അതിൻ്റെ പേരിൽ ഏകദേശം വിൽപ്പന നടക്കുന്ന സാഹചര്യം വരും, പിന്നെ എങ്ങനെയെങ്കിലും മുടങ്ങിപ്പോവും, അങ്ങനെയായിരുന്നു. ഞാൻ മാതാവിൻ്റെ വെഞ്ചരിച്ച് ഉപ്പ് ഞാൻ കൊണ്ടിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ വർഷം ജൂണൊക്കെ ആയപ്പോഴേക്കും അത് വിറ്റു. മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. പിന്നെ നേരത്തെ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിലും
നമുക്കൊരു മടുപ്പ് തോന്നുമായിരുന്നു. കൊന്ത ചൊല്ലും, കുർബാനയ്ക്ക് പോവും, ബൈബിൾ വായന നമ്മൾ സന്ധ്യാപ്രാർത്ഥനയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാനായിട്ട് ഒരു ഇന്ന സമയമൊന്നുമില്ല. എല്ലാ സമയവും നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരവസരം കിട്ടുമെങ്കിൽ നമുക്ക് ഏത് സമയം പ്രാർത്ഥിക്കാനായിട്ട് മാതാവ് നമ്മളെ അനുഗ്രഹിച്ചു. അത് ഉടമ്പടിയിലൂടെ കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അതേപോലെ ബൈബിൾ വായന അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ബൈബിൾ വായിക്കാനും നമ്മൾ കിട്ടാറുണ്ട്. അതേപോലെ കാരുണ്യപ്രവർത്തികൾ ഞാൻ ജോലി ഇപ്പോൾ ചെയ്യുന്നില്ല, എന്നാലും എനിക്ക് കിട്ടുന്ന കാശിൽ നിന്ന് ഞാൻ രോഗികളെ സഹായിക്കാറുണ്ട്, ഓപ്പറേഷൻസിനുള്ള പേഷ്യൻസിനെ സഹായിക്കാറുണ്ട്. അതേപോലെ ചോറ് ഞാൻ വഴിയിലിരിക്കുന്ന ആൾക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുക്കാറുണ്ട്. പത്രം ഇവിടുന്ന് കൊണ്ടുപോകുന്ന ആദ്യത്തെ 2 മാസം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പത്രം കൊടുക്കാനായിട്ട്. ഞാൻ എൻ്റെ വീട് ഇവിടെ ആലപ്പുഴ തന്നെയാണ്, വീട്ടിൽ വെച്ചിട്ട് പോകും, അമ്മ കൊടുത്തോളാം എന്ന് പറയും, അമ്മ കൊടുക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ ഓരോ വീടുകൾ തോറും കയറി ഇറങ്ങി പത്രം കൊടുക്കാറുണ്ട്. അതേപോലെ ആൾക്കാരുടെ ഇടയ്ക്ക് ടൗണിലേക്ക് ഇറങ്ങി എനിക്ക് കിട്ടിയ അനുഗ്രഹം, ഏറ്റവും വലിയൊരു അനുഗ്രഹം പറഞ്ഞു തന്നെ ഞാൻ കൊടുക്കാൻ ഇപ്പം ശ്രമിക്കുന്നുണ്ട്. ഇത്ര അനുഗ്രഹം ചെയ്ത അമ്മയ്ക്കും തിരുമുക്കുമാരനും 1000 നന്ദി. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ 22-ാം തിരുവചനം അരുളി ചെയ്യുന്നു, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. തൻ്റെ മകന് അവൻ്റെ അപ്പനെ തിരിച്ചു കിട്ടി, എനിക്കെൻ്റെ ഹസ്ബൻഡിനെ തിരികെ ലഭിച്ചു. ഒരു നല്ല വ്യക്തിയായിരുന്നു, എന്നാൽ പിന്നീട് തൻ്റെ കൂട്ടുകെട്ടും ഒക്കെ മൂലം ഈ മകൻ എങ്ങനെയാണ് പലതരത്തിലുള്ള ദുശീലങ്ങൾക്ക് അടിമയായതെന്നും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പോലും തനിക്ക് തനിക്ക് ഒരു മാറ്റം വരാത്ത രീതിയിൽ താൻ ജീവിച്ച, കുടുംബത്തിലെ ഓരോ നിമിഷങ്ങളും ഭയത്തോടെ ജീവിച്ച ഓരോ അവസരങ്ങളുമൊക്കെ ഇന്ന് എങ്ങനെ ഉടമ്പടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അമ്മയെ മുറുകെ പിടിക്കുമ്പോഴെങ്ങനെയാണ് പല കാര്യങ്ങളിലും മാറ്റം വരിക. ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല. ലൂക്ക 1:37 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നത് പോലെ ഇത് ആദ്യം അറിഞ്ഞതും ഈ തിരുവചനത്തിന് ആമേൻ പറഞ്ഞതും പരിശുദ്ധ അമ്മ തന്നെയാണ്. ഈ അമ്മയെയാണ് നാം മുറുകെ പിടിക്കുക. നാം വിളിക്കുമ്പോൾ അമ്മ നമ്മോടൊപ്പം വരികയാണ്, കുടുംബത്തിൻ്റെ ഏതൊരവസ്ഥയിലേക്കും വരും. അപ്പോഴാണ് നാം കേട്ട തിരുവചനം പോലെ കർത്താവിൻ്റെ സ്നേഹം അതൊരിക്കലും അസ്തമിക്കുന്നില്ലാത്ത ആ സ്നേഹം കൊണ്ട് പിന്നീട് കുടുംബത്തെ മൊത്തം അമ്മ ചേർത്ത് പിടിക്കും. അങ്ങനെ 2 സാമുവേലിൻ്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ 29-ാം തിരുവചനം വീണ്ടും അരുളി ചെയ്യുന്നു, അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ. ദൈവമായ കർത്താവെ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അവിടുത്തെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. ദാവീദ് രാജാവിൻ്റെ നന്ദി പ്രകാശനമാണിത്. താൻ വഴിതെറ്റിപ്പോയ അവസരത്തിലും ദൈവം എങ്ങനെ തന്നെ ചേർത്ത് പിടിക്കുന്നു, അതിന് നന്ദിയായിട്ട് ദാവീദ് പറയുന്ന വാക്കുകളാണ്. ഇന്ന് ഈ കുടുംബം ഇവിടെ വന്ന് കൃതജ്ഞത അർപ്പിക്കുമ്പോൾ തീർച്ചയായും ദൈവം ചൊരിഞ്ഞ കൃപകളെ ഓർത്ത് ഈ ദമ്പതികൾ ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നു. തങ്ങൾക്ക് ഒരിക്കലും തനിക്ക് ലഭിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും ഉടമ്പടിയിലൂടെ ലഭിച്ചു, തനിക്ക് ബോധ്യങ്ങൾ ലഭിച്ചു എന്നൊക്കെ ഈ മകൾ പറയുമ്പോൾ ഉടമ്പടി ഏറ്റവും ദൈവത്തോട് ചേർന്നിരിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു പ്രാർത്ഥനാ രീതി മാത്രമല്ല, അതുകൊണ്ടാണ് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പദ്ധതിയാണെന്ന് പറയുക. ഉടമ്പടിയെടുത്ത മക്കൾ തങ്ങളുടെ ജീവിതവുമായിട്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട്, തങ്ങൾ ഇതുവരെയും ചെയ്തിട്ടില്ലാത്ത പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട്, കർത്താവിനെ പകർന്നു കൊടുക്കുവാനായിട്ട് അവരിറങ്ങിത്തിരിക്കുമ്പോൾ ദൈവം വീട്ടിലേക്ക് വരും. നാം കർത്താവിന് വേണ്ടി നമ്മുടെ വീടിന് പുറത്തിറങ്ങുമ്പോൾ ദൈവം വീട്ടിലേക്ക് അതിഥിയായിട്ട് വരും, അവിടെ വാണരുളും. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ തന്നെ ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. നൽകിയ അനുഗ്രഹങ്ങൾക്കും സംരക്ഷണത്തിനും. എൻ്റെ പേര് ജീവൻ, ഞാൻ കിടങ്ങൂരിൽ നിന്നാണ് വന്നെ, അങ്കാമാലിക്ക് അടുത്തുള്ള സ്ഥലമാണ്. എൻ്റെ ഇടവക രാജഗിരിയാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2022 ജൂലൈയിലാണ്. അതുകൊണ്ട് തന്നെ അമ്മയോട് ആദ്യം ഒരു ക്ഷമ ചോദിക്കുന്നു, ഉടമ്പടി എടുത്തിട്ട് ഇത്രയും കാലം വൈകിയതിന്. ഞാൻ ഇവിടെ ആദ്യം ഉടമ്പടിയിൽ വരുന്നത്, കൃപാസനത്തിൽ വരുന്നത് എൻ്റെ അമ്മയുടെ ഉടമ്പടിക്കായിട്ടാണ്. അന്ന് വരുന്ന സമയത്ത് എനിക്ക് ക്രിസ്തുവിൽ വിശ്വാസം ഉണ്ടെങ്കിലും ഇവിടെ അങ്ങനെ വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. കൃപാസനം എന്താണെന്നോ ഉടമ്പടി എന്താണെന്നോ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. ഇവിടെ എന്തോ നിയോഗം വെച്ച് കഴിഞ്ഞാൽ അത് സംഭവിക്കും, അത്രമാത്രം അറിയണ്ടായുള്ളൂ. ഞാനിവിടെ വന്ന് ഇവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ
എന്തോ ഒരു അനുഭൂതി എനിക്ക് തോന്നി. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എൻ്റെ അമ്മ പറഞ്ഞിട്ട് ഞാൻ ഉടമ്പടിയിൽ വരുന്നത്. ഉടമ്പടി എടുത്ത് ആദ്യകാലങ്ങളിൽ ഞാൻ അത്യാവശ്യം ഉഴപ്പായിരുന്നു. അപ്പോൾ കാര്യങ്ങൾ ചെയ്യുമെങ്കിലും ക്രിസ്തുവിനെ മുൻനിർത്തി ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുത്ത് അച്ഛൻ പറയുന്ന പോലെ ഒന്നാം സ്ഥാനം കൊടുക്കലൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും പത്രം കൊടുക്കുകയും കാരുണ്യപ്രവർത്തികളെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് വീട്ടിലെ പ്രശ്നം മൂലം ഞാൻ എന്തോ ടെൻഷനൊക്കെ വന്ന് ആദ്യം ആൻസൈറ്റി എനിക്ക് വരുന്നു. ആൻസൈറ്റി അനുഭവിച്ചവർക്കറിയാം, നമുക്കൊരു ദിവസം പോലും ഇങ്ങനെ ഉറങ്ങാൻ പറ്റത്തില്ല. എനിക്ക് ഒരു പോളെ കണ്ണടയ്ക്കാൻ പോലും പറ്റണ്ടായില്ല. അങ്ങനെ ആൻസൈറ്റി കൂടി അത് പാനിക് അറ്റാക്ക് ആയിട്ട് മാറി. പാനിക് അറ്റാക്ക് വന്നപ്പോൾ വേറെ ഒന്നും നോക്കിയില്ല, ഞാൻ ആശുപത്രിയിലേക്ക് പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, എടാ ഇതിനങ്ങനെ മരുന്ന് കാര്യങ്ങളൊന്നുമില്ല, നിനക്ക് ഞാൻ വേണമെങ്കിൽ ഒരു കൗൺസിലിംഗ് എഴുതി തരാമെന്ന് പറഞ്ഞു. വേണമെങ്കിൽ നിനക്ക് ഉറങ്ങാനൊരു മരുന്നും തരാമെന്ന് പറഞ്ഞു. അപ്പം മമ്മി പറഞ്ഞു, എടാ നീ ഉടമ്പടി എടുത്തതല്ലേ, മര്യാദയ്ക്ക് ഉടമ്പടി ചെയ്യ്, ചിലപ്പോൾ ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാൻ ഉടമ്പടിയിൽ കുറേ വീഴ്ചകൾ വരുത്താറുണ്ട്, ബൈബിൾ വായിക്കാറുണ്ടായില്ല. അപ്പോൾ ഞാൻ ബൈബിൾ വായിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ബൈബിൾ വായിച്ച് എനിക്ക് ഉറക്കം, അങ്ങനെയൊക്കെ ഞാൻ ഉറങ്ങിയത്. അത് കഴിഞ്ഞ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം മര്യാദയ്ക്ക് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം അച്ഛനെ കാണാൻ ഇവിടെ വന്നു. കാണാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചിരുന്നില്ല. പക്ഷേ അച്ഛൻ എൻ്റെ തലയ്ക്ക് കൈ പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഒരു കുഴപ്പമില്ലാന്ന്. അപ്പോൾ അച്ഛൻ പരിശുദ്ധ അമ്മ അച്ഛനോട് പറയാണ്ട് അച്ഛൻ അങ്ങനെ പറയില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ആലോചിച്ചു, ദൈവമേ, ഞാൻ ഉടമ്പടി പക്കല്ല, എന്നാലും അമ്മ എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കണ്ടല്ലോ എന്ന്. അപ്പോൾ അതിനുശേഷം എനിക്ക് ഈ രോഗം ഞാൻ പോലും അറിയാണ്ട് തന്നെ പോയി. അപ്പോൾ എനിക്ക് ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു, കാരണം ഞാൻ ഉടമ്പടി മര്യാദയ്ക്ക് അപ്പോഴും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഉടൻ തന്നെ ഞാൻ എന്താ പറയുക, ട്രാക്ക് മാറ്റി ഞാൻ കൃപാസന പത്രം ഞാൻ ദേവാലയങ്ങളിലും മാത്രമായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നീട് ഞാൻ ആശുപത്രികളിലും മാർക്കറ്റിലും ബസ് സ്റ്റാൻഡിലും എല്ലായിടത്തും അവരുടെ അടുത്ത് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ കൊടുക്കുമായിരുന്നു. ഓരോ ദിവസം മുടങ്ങാതെ ഞാൻ കാരുണ്യപ്രവൃത്തി ചെയ്യുമായിരുന്നു. അങ്ങനെ ഉടമ്പടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഡിഗ്രി ഫൈനൽ സെമസ്റ്റർ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ 4th സെമസ്റ്ററിന് എനിക്ക് സപ്ലി വന്നു. മാത്സ് സബ്ജക്റ്റായിരുന്നു സപ്ലി വന്നേ. തോൽക്കുമെന്ന് ഉറപ്പായിരുന്നു, കാരണം അത്രയും ഡിഫിക്കൽട്ടായിരുന്നു എനിക്ക് ആ സബ്ജക്റ്റ്. അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞ് അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ദൈവം ഡിഗ്രി കഴിഞ്ഞ് ഞാനിനി എന്ത് ചെയ്യും, നൈസായിട്ട് നാട് വിടാൻ, അങ്ങനെയൊക്കെ ആയിരുന്നു പ്ലാൻ. അതാണല്ലോ ട്രെൻഡ്. അപ്പോൾ ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു, മമ്മി എന്ത് ചെയ്യും? അപ്പോൾ മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ ഞാൻ പ്രാർത്ഥിക്കേണ്ടത് നീ PG ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മയെ സപ്ലൈ അടിച്ചാൽ എനിക്ക് എവിടെ നിന്ന് PG ചെയ്യാൻ പറ്റണേന്ന് പറഞ്ഞു. അപ്പോൾ മമ്മി പറഞ്ഞു, മാതാവ് എൻ്റെ അടുത്ത് തോന്നിച്ചാണ്, നീ ഇപ്പം അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. അങ്ങനെ അമ്മ പറഞ്ഞു, നീ കമാറ്റിൻ്റെ എൻട്രൻസ് എക്സാം ചെയ്ത്, കാരണം ഞാൻ MBAക്കാണ് അപ്ലൈ ചെയ്യാൻ പോണേ. അപ്പോൾ മമ്മി പറഞ്ഞു, ഞാൻ പറഞ്ഞു, മമ്മി അത് വേണോ, ഇപ്പം തന്നെ എനിക്ക് സപ്ലി വന്നേക്കാണ്, ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അപ്പോൾ അമ്മ ഹോൾ ടിക്കറ്റുമായിട്ട് അതിൻ്റെ ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്തുനിന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ ഒരു കാര്യം പറഞ്ഞു, അവനിതിന് പാസ്സാവണമെങ്കിൽ നീ അവനതിന് വിടണം എന്ന് പറഞ്ഞു. ഞാനപ്പോൾ എന്നാൽ അച്ഛൻ പറഞ്ഞതല്ലേ, ഞാനതിന് എൻ്റെ ഫൈനൽ എക്സാം നടക്കണതിൻ്റെ ഇടയിലായിരുന്നു ഞാൻ ഈ കമാൻ്റെ എക്സാമിന് പോയത്. 100 മാർക്ക് വേണം അതിന് പാസ്സാവാൻ. എനിക്കതിന് 200 മാർക്ക് കിട്ടി. അപ്പോൾ ഞാനതിന് പാസ്സായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, ദൈവമേ, കാര്യങ്ങളൊക്കെ നടക്കേണ്ടത് ഞാൻ ഉടമ്പടി മര്യാദയ്ക്ക് ചെയ്യണമുണ്ട്. ഇപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് 4th സെമ്മിൻ്റെ എക്സാം വരുന്ന സമയത്ത് ഞാൻ പ്രിപ്പയർ ചെയ്ത്, മാത്സ് സബ്ജക്റ്റ് ഭയങ്കര ഡിഫിക്കൽട്ടാണെങ്കിലും ഞാൻ പ്രിപ്പയർ ചെയ്ത് പോയിപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ആ ചോദ്യ പേപ്പറിൽ വന്ന ഒന്നും എനിക്ക് മനസ്സിലായില്ല. ഞാനാണെങ്കിൽ കാശ് രൂപം ഉടമ്പടി ഉപ്പും കയ്യിൽ കരുതിയിട്ടാണ് പോയത്. കാശ് രൂപം പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ച്, ദൈവമേ, അച്ഛൻ പറയാറുള്ള പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്, എനിക്ക് മെറിറ്റ് ഒന്നുമില്ല, ഇനി ഗ്രേസിലേ വർക്ക് ചെയ്യുള്ളൂ. ഞാൻ ഉടമ്പടിയുടെ ഉപ്പ് ഞാൻ എക്സാം ഹോളിൽ ഇട്ടിട്ട് ഞാൻ എഴുതി, വരുന്നോടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് ഞാൻ എഴുതി കഴിഞ്ഞ് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, മമ്മി ഇങ്ങനെയാണ് സംഭവിച്ചത്. അമ്മ പറഞ്ഞു, നീ പാസ്സാകുമെന്ന് പറഞ്ഞു. മമ്മിക്ക് ഭയങ്കര വിശ്വാസമാണ് എല്ലാത്തിലും. അത് കഴിഞ്ഞ് ഡിഗ്രി കംപ്ലീറ്റ് ആയി. അപ്പോൾ PGക്ക് ഞാൻ പഠിച്ച കോളേജിൽ തന്നെയാണ് ചേരാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് അവർ പറഞ്ഞു, നിനക്കൊരു സപ്ലി അല്ലേ ഉള്ളൂ, നീ അവിടെ ചേർന്നോ, നിനക്ക് റിസൾട്ട് വരുമ്പോൾ നീ എന്തായാലും പാസ്സാവുമെന്ന് പറഞ്ഞു. ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചു, മാതാവ് പറഞ്ഞല്ലേ അപ്പോൾ നീ ചേരുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ചേർന്ന് 1 മാസം MBA ക്ലാസ്സിന് പോയപ്പോൾ എനിക്ക് റിസൾട്ട് വരാറുള്ള ഡേറ്റായി. ദൈവമേ, അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഇതൊന്ന് പാസ്സാക്കി തന്നെ. മാതാവ് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിനൊക്കെ ചേർന്നത്. ഞാൻ ഉടമ്പടി മര്യാദയ്ക്ക് ചെയ്യണുണ്ട്. അങ്ങനെ ഞാൻ ഉടമ്പടി മര്യാദയ്ക്ക് ചെയ്യേണ്ട അന്ന് റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സാവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. കറക്റ്റ് ഞാൻ പാസ്സായി. അങ്ങനെ ഉടമ്പടി ഞാൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. ഉടമ്പടി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ് ഒരു പോയിന്റിലെത്തിയപ്പോൾ എനിക്ക് ഇച്ചിരി ഉഴപ്പ് വന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ ദൈവം ഒരു പ്രശ്നവും എനിക്ക് കൊണ്ടുവന്നു. ഫീസ് അടച്ചിട്ടില്ല. അപ്പോൾ
MBAയുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഫീസ് അടയ്ക്കാൻ ഇനി ഒരാഴ്ച ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടുത്തെ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഫീസ് അടയ്ക്കാത്തതുകൊണ്ട് നിനക്ക് ഇനി എക്സാം എഴുതാൻ പറ്റത്തില്ല, നീ ഫീസ് അടയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ കർത്താവിൻ്റെ കാരണം കൊണ്ട് അങ്ങനെ അങ്ങ് പോവുമായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, മമ്മി ഞാൻ അന്ന് പറഞ്ഞാലേ ലോൺ എടുക്കാൻ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ മാതാവ് നമ്മളെ ലോൺ എടുത്ത് പഠിപ്പിക്കാനല്ലല്ലോ ഞാൻ ഉടമ്പടി എടുത്തതെന്ന് വിചാരിച്ചു. അങ്ങനെ മനസ്സോടെ അമ്മ ലോൺ വയ്ക്കാൻ പോയി, എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ പോയി. ഒരാഴ്ച മുന്നേ, അതായത് എക്സാം നടക്കുന്നതിന് ഒരാഴ്ച മുന്നേ പോയേ. അപ്പോൾ എന്താണെന്നറിയില്ല, അന്നൊരു അത്ഭുതം സംഭവിച്ചു. ലോൺ വയ്ക്കാൻ പോയ ദിവസം എൻ്റെ അമ്മ എപ്പോഴും കാശുരൂപം കൈ പിടിച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നടക്കണേ. ഒരു ദിവസം റോഡ് സൈഡിൽ വെച്ച് കാശുരൂപം ട്രാഫിക് ബ്ലോക്കിൽ വീണ സമയത്ത് റോഡിലേക്ക് വീണു. ഈ റോഡിലേക്ക് വീണതും ഒരുപാട് വണ്ടി ആ കാശുരൂപത്തിൽ കയറി ഇറങ്ങിപ്പോയി. അപ്പോൾ എൻ്റെ അമ്മ ഭയങ്കരമായിട്ട് പേടിച്ച് നിലവിളിച്ച്, മോനെ വണ്ടി നിർത്തി, എനിക്ക് അത് പൊട്ടിയിട്ടായാലും വേണ്ടിയില്ല, എനിക്ക് ആ കാശുരൂപം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടി നിർത്തി എല്ലാ വണ്ടിയും പോയി കഴിഞ്ഞപ്പോൾ ആ കാശുരൂപം നോക്കാൻ ചെന്നപ്പോൾ ആ കാശുരൂപത്തിൻ്റെ പിന്ന് ചതഞ്ഞരഞ്ഞ് താന്നു പോയി റോഡിലേക്ക്. എന്നാൽ കാശുരൂപത്തിൻ്റെ ഒരു പോറൽ പോലും പറ്റിയില്ല. അപ്പോൾ ഇതെൻ്റെ ചേട്ടനും അമ്മയും കൂടെ പോകുന്ന സമയത്ത് സംഭവിച്ചാണ്. അത് എന്നെ വിളിച്ചു പറഞ്ഞു, മോനെ എന്താണെന്നറിയില്ല, ഇങ്ങനെ ഒരു അടയാളം അമ്മ കാണിച്ചു തന്നു, നിനക്ക് ലോണും വേണ്ടൊന്നും വേണ്ട, ഇങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് പറഞ്ഞു, നിനക്ക് എക്സാം എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ലോണിന് പോയതായതുകൊണ്ട് അതവിടെ വെച്ചു. ലോണിന് അപേക്ഷിച്ചിട്ട് അമ്മ തിരിച്ചു വന്നു. പിറ്റേ ദിവസം കാലത്ത് തന്നെ ലോൺ അപ്രൂവ് ആയില്ല എന്നും പറഞ്ഞ് മെസ്സേജ് വന്നു. പക്ഷേ അന്ന് ഉച്ചയ്ക്ക് തന്നെ ചിലവർ വന്നിട്ട് അമ്മേനെ വിളിച്ചിട്ട് പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ എക്സാം എഴുതുന്നതിന് ഒരു പാതി എമൗണ്ടെങ്കിലും അടച്ചിട്ട് എക്സാം എഴുതാമെന്ന് വിചാരിച്ചത്. പക്ഷേ അന്ന് വൈകുന്നേരം ആയപ്പോൾ തന്നെ ഫുൾ എമൗണ്ട് അടച്ച് എക്സാമിൻ്റെ ഫുൾ എമൗണ്ട് അടച്ചു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ നമ്മൾ ഡെയിലി ബ്രെഡ് ഇവിടെ എല്ലാ ദിവസവും നടത്താറുണ്ട്, അത് ഞാൻ കൂടാറുണ്ട് എല്ലാ ദിവസം കാലത്ത്. അപ്പോൾ അതിൽ അച്ഛൻ പറയുകയുണ്ടായി, നിങ്ങളുടെ യാത്രയിൽ 71 മണിക്കൂറിനുള്ളിൽ ക്രിസ്തു ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. 71 മണിക്കൂർ എന്തായാലും ആയിട്ടുണ്ടായില്ല, കുറേ കാര്യങ്ങൾ സംഭവിച്ചു. പിന്നെ അതിനുശേഷം അമ്മ, ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുള്ളതാണ്. കൃത്യമായി 2 ആഴ്ച കൂടുമ്പോൾ തന്നെ കുമ്പസാരിക്കാറുണ്ട്. അമ്മയ്ക്കൊരു ദർശനം ഉണ്ടായി. പള്ളിയിൽ നിൽക്കുന്ന സമയത്ത് ഈശോൻ്റെ കുരിശുരൂപം ഉള്ള മുഖം, അതോടൊപ്പം താഴെ അമ്മ ഇരുന്ന് കരയുന്നതായിട്ടുള്ളൊരു ദർശനം കണ്ടു. അതിൻ്റെ പിറ്റേ ദിവസം എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. അന്ന് ഞാൻ കോളേജിൽ പോകുന്ന വഴിയായിരുന്നു. ഒരു ചെറിയ പയ്യൻ വട്ടം ചാടിയതാണ്. അപ്പോൾ ആ പയ്യനെ ഇടിക്കേണ്ടെന്ന് കരുതി ഞാൻ വണ്ടി വെട്ടിച്ചു. എന്ത് പറ്റിയാലും പയ്യൻ്റെ മേത്തൊന്നും കൊള്ളരുതെന്ന് പറഞ്ഞ് ഞാൻ വണ്ടി വട്ടം മാറ്റി പിടിച്ചു. എനിക്കും കാര്യമായിട്ടൊന്നും പറ്റിയില്ല. എന്താണെന്നറിയില്ല, ഞാൻ ഉടമ്പടി ഉഴപ്പുമ്പോഴും അല്ലാതെ ദൈവം ഓരോ അടയാളമായിട്ട് കാണിച്ചു തരും. അതേ ഞാൻ ഉടമ്പടി വീണ്ടും തിരുത്തും. അങ്ങനെ ആയിരുന്നു എൻ്റെ ഉടമ്പടി ജീവിതം. പിന്നീട് ഇപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത്രയും കാലയളവിൽ ഞാൻ ഉടമ്പടി പറയാൻ വൈകിയതും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെറുതാണെന്ന് പറയുന്ന പല കാര്യങ്ങളിലും ഇവിടെ ആളുകൾ വന്ന് സാക്ഷ്യം പറയുന്നത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത്ര അനുഗ്രഹങ്ങൾ ദൈവം എനിക്ക് തന്നിട്ട് ഞാൻ എന്താ ഇതൊന്നും ചെയ്യാത്തതെന്ന്. പക്ഷേ ദൈവം എനിക്ക് ഇത്രയും കാണിച്ചു തന്ന സ്നേഹത്തിന് ഞാൻ കുറച്ചെങ്കിലും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ സാക്ഷ്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൂടും, ഉടമ്പടി ധ്യാനങ്ങൾ കൂടും. സാക്ഷ്യം ഞാൻ കൂടിയില്ലെങ്കിൽ അമ്മ എന്നെ പിടിച്ചിരുത്തി സാക്ഷ്യം കേൾപ്പിക്കും. മമ്മി ഭയങ്കര സ്ട്രിക്റ്റാണ് ഈ കാര്യത്തിലൊക്കെ. പിന്നെ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ അമ്മ എന്നെ നിർബന്ധിക്കാറുണ്ട്. അപ്പോൾ എനിക്കന്ന് മനസ്സിലായില്ല എന്തിനാ ഈ പള്ളിയിലൊക്കെ പോകണമെന്ന്. പിന്നീടാണ് മനസ്സിലായത്, എന്നെയും എൻ്റെ ചേട്ടനെയൊക്കെ ഉടമ്പടിയിൽ നിർത്താനുള്ള മമ്മി ഒരു പ്ലാൻ ഇട്ടതായിരുന്നു. പക്ഷേ മമ്മി ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത, അതായത് പ്രാർത്ഥിക്കാനും അഖണ്ഡ ജപമാല ചൊല്ലാനൊക്കെ പറയുന്നതൊക്കെ പിന്നീടൊക്കെ എനിക്ക് നല്ലതിനെ വന്നിട്ടുള്ളൂ. അച്ഛൻ പറയാറുള്ളത് പോലെ അതെല്ലാം നിങ്ങൾക്കൊരു അസറ്റാണ്. അത് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ അത് വെച്ച് പ്രാർത്ഥിച്ചാൽ അത് നടക്കുമെന്ന് പറയായിരുന്നു. അതെല്ലാം സംഭവിച്ചു. പിന്നെ കാരുണ്യപ്രവൃത്തി ഞാൻ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഭയങ്കര സെലക്റ്റീവായിരുന്നു. അതായത് ഞാൻ പൈസ കൊടുക്കില്ല, ഭക്ഷണമായിട്ടാണ് ഞാൻ കൊടുക്കാറുള്ളൂ. അപ്പോൾ ചില സമയത്തൊക്കെ ഈ ഭക്ഷണം കൊടുത്തു കഴിയുമ്പോൾ ആളുകൾ ചിലവർ ഞാനത് കളയുന്നത് കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി, കർത്താവ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് എന്തെങ്ങനെ. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു വചനമാണ്, ഈ ചെറിയ ഒരുവന് നീ ചെയ്ത പോലെ എനിക്ക് തന്നെയാണ് നീ ചെയ്തത്. അപ്പോൾ ക്രിസ്തു എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ മറ്റുള്ളവരിൽ എന്നെ മനസ്സിൽ കണ്ട് അങ്ങനെ ചെയ്യുക, അപ്പോൾ നിനക്ക് അത്ഭുതം കിട്ടും, നിൻ്റെ വഴി നടത്തും ഞാൻ. അങ്ങനെ തോന്നി. അങ്ങനെ ഞാനൊരു ചേട്ടനെ കണ്ടു. ആ ചേട്ടനെ ഞാൻ ഇവിടെ കൃപാസനത്തിലേക്ക് എനിക്ക് കൊണ്ടുവരാനൊക്കെ സാധിച്ചു. അതിനും അമ്മയ്ക്ക് 1000 നന്ദി. ഇത്രയും നൽകിയ അമ്മയ്ക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇനിയും സാക്ഷ്യം പറയാൻ പറ്റട്ടെ. ദൈവത്തിന് നന്ദി. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ 9 മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും, നിനക്ക് ഉത്തരമരുളുന്നതും നിന്നെ സംരക്ഷിക്കുന്നതും ഞാനാണ്. നിത്യഹരിതമായ സരളമരം പോലെയാണ് ഞാൻ. നിനക്ക് ഫലം തരുന്നത് ഞാനാണ്.
ജ്ഞാനമുള്ളവൻ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ, വിവേകമുള്ളവൻ ഇക്കാര്യങ്ങൾ അറിയട്ടെ. കർത്താവിൻ്റെ വഴികൾ ഋജുവാണ്. ജീവൻ റോയി തൻ്റെ 21 വയസ്സിൽ തനിക്ക് കിട്ടിയ ദൈവാനുഭവങ്ങൾ, തൻ്റെ അനുഭവ പ്രസംഗം ഇവിടെ പങ്കുവയ്ക്കുകയാണ്. എങ്ങനെയാണ് ഈ മകന് നിത്യഹരിതമായ സരളമരം പോലെ ആണ് ഞാൻ എന്ന് തിരുവചനം അരുളി ചെയ്യുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രത്യേകത, ദൈവസ്നേഹം കൊണ്ട് നിറയാൻ, അതിനെങ്ങനെയാണ് തൻ്റെ അമ്മ തനിക്കൊരു മെൻറ്ററാകുന്നത്. ഇവിടെ മാതാപിതാക്കൾ മക്കളെ, എത്രയോ മക്കളാണ് ഈവൻ വിദേശത്തുള്ളവർ പോലും ഒക്കെ വന്ന് തങ്ങളുടെ മാതാപിതാക്കളോടൊപ്പം നിന്ന് അവരെത്രയോ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അങ്ങനെ ഉയർന്ന തസ്തികയിലൊക്കെ ജോലി ചെയ്യുന്നവർ അവരവരുടെ പേരൻസിനോട് കൂടെ വന്നു നിന്ന് പേരൻസ് എടുത്ത ഉടമ്പടിയിൽ അവർക്ക് കിട്ടിയ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുമ്പോൾ തീർച്ചയായും ദൈവത്തിൻ്റെ വഴികൾ ഋജുവാണ്. അതായത് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കും. വിശാലമായ വാതിലുകൾ, ലോകത്തിൻ്റെ വാതിലുകൾ വിശാലമാണ്, എന്നാൽ ദൈവത്തിൻ്റെ വഴികൾ ഋജുവാണെന്നും ആ ഋജുവായ വാതിലിലൂടെ പ്രവേശിക്കുവാൻ മാതാപിതാക്കളൊക്കെ മക്കളെ എങ്ങനെയാണ് ഒരുക്കുന്നത്, അതിന് ഉടമ്പടി എങ്ങനെയാണ് ഓരോ കുടുംബത്തിലേക്കും പ്രകാശമായി കടന്നു വരുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇന്ന് ഈ മകന് തൻ്റെ മമ്മി പറഞ്ഞ പല കാര്യങ്ങളും ആദ്യമൊക്കെ ഇതൊക്കെ എന്തിനെന്ന് ചിന്തിച്ചു. പിന്നീട് ഇന്ന് തനിക്ക് വളരെ ബോധ്യമുണ്ട് താൻ എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം നയിക്കേണ്ടി വരുന്നതിൻ്റെ ആവശ്യകത എന്ത്. ഇത് തനിക്ക് കുറച്ച് കാര്യങ്ങൾ നേടാനുള്ളതല്ല, ദൈവവുമായിട്ട് തനിക്കൊരു വ്യക്തിബന്ധം തനിക്കുണ്ടാകുന്നു. അതാണ് ഇന്ന് ജീവൻ ഇവിടെ പങ്കുവെക്കുമ്പോൾ മുഴങ്ങിക്കേൾക്കുക. അങ്ങനെ തനിക്ക് ഉണ്ടായിരുന്ന ആങ്സൈറ്റി, പാനിക് അറ്റാക്ക്, ഇതിൽ നിന്നൊക്കെ ഈ മകന് മോചനം ലഭിച്ചു. തനിക്ക് നിസ്സാര കാര്യങ്ങൾക്ക് പോലും താൻ വറീഡായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ഉടമ്പടിയിൽ തൻ്റെ കൂടെ നടക്കുന്ന ദൈവാനുഭവം ഈ മകൻ മനസ്സിലാക്കുമ്പോൾ ജീവിതയാത്രയിൽ തെദേവും എന്ന് പറയുന്ന തൻ്റെ ജീവിത കഥയിൽ ഓരോ വ്യക്തിയുടെയും ജീവിതയാത്രയിൽ ജപമാലയും പിടിച്ച് സ്വർഗത്തിൻ്റെ വാതിൽപ്പടി വരെ നടക്കാൻ പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ എന്ന പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുമ്പോൾ അത് നാം എന്നും ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു ജപമാലയുടെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയാറുണ്ട്, ലുത്തിനിയായൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അതെന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് എവിടെയെങ്കിലുമൊക്കെ ആലോചിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിരുന്നെങ്കിൽ ഇന്ന് കുടുംബങ്ങൾ ഈ ക്രിസ്തുവിലേക്ക് അടുക്കുമ്പോൾ അതിനൊക്കെ അർത്ഥം കാണുകയാണ്. അങ്ങനെ മൂല്യമുള്ള മക്കളെ വാർത്തെടുക്കുവാനും കുടുംബങ്ങൾക്ക് കഴിയുന്നു. ഈ മകൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ, തൻ്റെ പഠനത്തിൻ്റെ കാര്യം, അഡ്മിഷൻ ലഭിക്കുന്നതിന് അത് വേണോ എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുന്നത്, ഇതൊക്കെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ വന്ന് കണ്ട് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകുവാനായിട്ട്, തങ്ങളുടെ മനസ്സിൻ്റെ സംശയങ്ങൾ മാറ്റുവാൻ ഒക്കെ അച്ഛനിലൂടെ ദൈവം പ്രവർത്തിച്ചത് എല്ലാം ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. എല്ലാറ്റിലും ഉപരിയായി തനിക്കിന്ന് ഈശോയെ സ്നേഹിക്കാൻ കഴിയുന്നതിൽ താൻ സന്തോഷിക്കുന്നു എന്നാണ് ഈ ചെറുപ്പക്കാരനായ ഈ മകൻ ഇവിടെ, യുവാവായ ഈ മകൻ ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മക്കൾക്കും കൊടുക്കാനും നമ്മുടെ കുടുംബത്തിലേക്ക് കൊടുക്കാനുമൊക്കെ മാതാപിതാക്കൾക്ക് കഴിയുന്നത്. അത് ഉടമ്പടിയിലൂടെ സംഭവിക്കുമ്പോൾ ആ മക്കൾ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ നിന്ന്, തങ്ങൾക്ക് ലഭിച്ച കൃപയിൽ നിന്ന് അകന്നു പോകില്ല. അങ്ങനെ കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും പ്രയോജനപ്പെട്ട മക്കളായിട്ട് ഈ കുഞ്ഞുങ്ങളൊക്കെ ഉയർന്നു വരും. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ